രണ്ടടി മുകളിൽ രണ്ടടി താഴ്ത്ത് ഒരടി തുടയിൽ തുടയിൽ. അയ്യോ മൈഡി റോമനക്കുട്ട, അഞ്ചാമത്തടി ദുര്യോധന്റെ തുടയിലടിക്കുമെന്ന് പറഞ്ഞില്ലേ? നീ വെറുതെ എന്നെ ആശാന്റെ വായിന്ന് ചീത്ത കേൾപ്പിക്കും. സോറി സർ. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ ഭടൻ? സാർ, ട്രാൻസ്ഫർ ആയി വന്നതാണല്ലേ? എന്റെ ചേട്ടാ, ഇവിടെ ഉള്ളവർക്ക് തന്നെ ഒരു പണിയില്ല. പിന്നെ നല്ലൊരു കലാഹൃദയം ഉള്ളതുകൊണ്ട് ബോറടിക്കാതെ അങ്ങനെ ജീവിച്ചു പോകുന്നു. ഇവിടെ ആകെ വരുന്ന കേസ് അതിർത്തി തർക്കോ. ഒരു കള്ളനെ കുനിച്ചീർത്തിടിച്ച കാലം മറന്നു. വല്ലപ്പോഴും മരുഭൂമി പെയ്ത മഴ പോലെ ഒരു ക്രിമിനൽ കേസ് വരണമെങ്കിൽ ദാണ്ടല്ല പൊള്ളാച്ചി നിങ്ങ് വരണം. ഇരട്ടകളാ, അതുപോലെ തന്നെ പരട്ടകളും. ഒരു രണ്ടും തമ്മിൽ മാറിപ്പോവും. പക്ഷേ എനിക്ക് മാറില്ല. പേന കൊണ്ട് ഞാൻ കവിളിൽ കറുത്ത് മറകിട്ടിരിക്കുന്ന ഇവനാണ് അപ്പു, മറകില്ലാത്തവൻ അച്ചു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നമ്മൾ ആരാ മോൻ? പേടിക്കണ്ട പേടിക്കണ്ട, ഇത് കേസൊന്നും ആയിരിക്കില്ല. ഒന്നില്ലെങ്കിൽ എന്റെ ഭാര്യ അല്ലെങ്കിൽ അവന്റെ ഭാര്യ. ഹലോ, ഞാൻ പറഞ്ഞില്ലേ? ഇവിടെ പറഞ്ഞാടി. മോളെ കരച്ചു വെച്ച മതി, കോടമ്പള്ളി പറഞ്ഞേ. പിന്നെ മോളെ, ഞാൻ റിഹേഴ്സൽ കഴിഞ്ഞേ വരൂ. നീ ഇത്തിരി വെള്ളം ചൂടാക്കി വെച്ചേരും. ഇന്ന് ഗതായുദ്ധമുള്ളതാ. അങ്ങനെ അടി ഇങ്ങോട്ട്. ശ്യാമള, നിന്റെ കഥാപാത്രത്തെ പേരെന്താ? എന്താ പടറ പേര്? ദുരാഹരിയായ ദുര്യോധനൻ. ഇവൻ ഭീമസേനൻ. ഭീമസേനൻ ദുര്യോധനന്റെ തുടക്കടിച്ച് ദുര്യോധനെ വീഴ്ത്തേണ്ടത്. അതിനു പകരം നീ എന്തിനാ ഭീമസേനെ തുടക്കടിച്ച് വീഴ്ത്തിയത്? അല്ല, കാലം കുറേയില്ലേ ഭീമസേനൻ ദുര്യോധനെ തുടക്കടിക്കാൻ തുടങ്ങിയിട്ട്. ഇത്തവണ ദുര്യോധനൻ ഭീമനെ തുടക്കടിച്ച് ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? ഓഹോ, അങ്ങനെയാണെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടി നീ ഭീമസേനെ തോക്കെടുത്ത് വെടിവെക്കുവോ? പുരാണം നിനക്കൊക്കെ മാറ്റിമറിക്കാനുള്ളതാണോടാ ശവമേ? ആശാനെ, ഞാൻ SI ആണ്, നാറ്റിക്കരുത്. പബ്ലിക്കിന് പേരുണ്ടാവില്ല. SI പോലീസും ഒക്കെ അവിടെ. ഇവിടെ ആർട്ടിസ്റ്റുകളെല്ലാം എനിക്ക് ഒരുപോലെയാ. നീ അപ്പുറത്ത് മാറുന്ന പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കിയിട്ട് സ്റ്റേജ് കയറിയാ മതി. പോടാ ഭീമ. അധികം ചിരിക്കണ്ട. വസ്ത്രാക്ഷേപ സമയത്ത് ഞാൻ ശരിക്കും തുണി പിടിഞ്ഞെടുക്കും. നമുക്ക് ആ മാവിന്റെ ചോട്ടി പോയി യുദ്ധം ചെയ്യാം. ആരാ വരുന്നേ? അത് നമ്മുടെ കമലാസനല്ലേ? കമലാസനൻ പേർഷ്യന്ന് വരുന്നേ. ഒടുവിൽ ഞാൻ എന്റെ മാതൃരാജ്യത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. എന്റെ കമലാസന എന്താ ഇത്? വൃത്തികെട്ട ഇന്ത്യൻ വേർപ്പിന്റെ നാറ്റം എന്റെ പുറത്ത് വെച്ച് തേച്ച് എന്നെ അപമാനിക്കുന്നുവോ? മാഫി മുഷ്കിൽ. എന്തൊരു മുഷ്കിൽ വേണം? ഓ, അപ്പു മേസ്ത്രിയോ? ഇത് മേസ്ത്രിക്ക് ഇരിക്കട്ടെ. ഇതുപോലെ പളപള മിന്നുന്ന ഒരുപാട് കുപ്പായങ്ങൾ ഇനി മേസ്ത്രിക്ക് തയ്ക്കേണ്ടി വരും. എന്നാ ഇത്? പണ്ട് വിശപ്പടക്കാൻ വേണ്ടിയിട്ട് രണ്ടുണ്ടം പൊരി ഒരു പാലും വെള്ളവും കടമായിട്ട് ചോദിച്ചപ്പോ മുണ്ടുപൊക്കി കാണിച്ചവനാണ് നീ. ആൽഗുൾത്ത് ഗറാമി, നീ കാശ് എന്താണെന്ന് കണ്ടിട്ടുണ്ടാ? പേർഷ്യയില് പാല് വിൽക്കുന്ന ഷേക്കുമാര് പോലും എന്നോട് ഇമാതിരി പെരുമാറിയിട്ടില്ല. ഷേക്കുമാര് പാല് വിൽക്കൂ? പിന്നെ കേട്ടിട്ടില്ലേ മിൽക്ക് ഷേക്ക്? എന്റെ അമ്മോ, ഞാൻ എന്താണ് ഈ കാണുന്നത്? അല്ലത്തും അബക്രുവ എന്ന് വെച്ചാ ദൈവത്തിന് നന്ദി. ഞാൻ ജോലി നോക്കിയിരുന്ന ഷേക്കിന്റെ പറമ്പിൽ ഒന്ന് കുളിക്കാൻ ഇത്ര വെള്ളം കിട്ടുമെന്നറിയാൻ ഞാനൊന്ന് കുളിച്ചു നോക്കിയതാ. അപ്പോഴാണ് ഷേക്കിന്റെ പറമ്പ് മുഴുവൻ എണ്ണപ്പാടോന്ന് അറിയുന്നത്. ആ ഷേക്കിന്ന് എണ്ണമറ്റ എണ്ണ കമ്പനികളുള്ള ഒരു കോടീശ്വരനാണ്. അദ്ദേഹത്തിന്റെ വിശ്വസ്ത മാനേജറായ എന്നെ അദ്ദേഹം 1 ലക്ഷം ബ്രഹ്മാക്കി മാറ്റി. അവിടെ എല്ലാവരും എന്നെ ബഹുമാന സൂചനാർത്ഥം അൽ കമലാസൻ എന്നാണ് വിളിക്കാറ്. ഈ അൽപ്പൻ എന്നുള്ളതിന്റെ അല്ലാണോ?
താനാ സ്പ്രേയിങ് തന്നെ ആ നീ വെച്ചോ. പിന്നെ സ്പ്രേ അടിക്കുമ്പോ എവിടെയെങ്കിലും പിടിച്ചു നിന്നടിക്കണം, അല്ലെങ്കിൽ നീ പറന്നു പോകും. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ, അൽ കമലാസനൻ. അസർബൈജാൻ കമലാസനല്ലേ? നീ ആളൊന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോ. പളപള തിളങ്ങുന്ന ഷർട്ട്, കഴുത്തിന് സ്വർണ്ണ ചെയിൻ, പാട്ടുപെട്ടി. സാംബശിവന്റെ കഥാപ്രസംഗം ഇല്ലേ കേൾക്കുന്നത്? സാംബശിവന്റെ കഥാപ്രസംഗം കൊണ്ടുവരാമെന്നുള്ളത് ഞങ്ങൾ പേർഷ്യക്കാരുടെ ഒരു ഹോബിയാണല്ലോ. അമ്മു, നീ അങ്ങ് വളർന്നു പോയല്ലോ. പറയുന്ന കേട്ടാ തോന്നും ചേട്ടൻ പോയിട്ട് വർഷങ്ങളായെന്ന്. എന്തായാലും പേർഷ്യക്കാരാകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പറയണല്ലോ. അജയന്റെ അടുത്ത കൂട്ടുകാരനായിരുന്നിട്ടും അവൻ മരിച്ച ഒരാഴ്ച കഴിയും മുമ്പ് വിസ വന്ന് പോകേണ്ടി വന്നു. പേർഷ്യ ചെന്നിട്ടും നിങ്ങളൊക്കെ തന്നെയായിരുന്നു എന്റെ മനസ്സറിയാം. ഇതാ ഇത് വെച്ച്. എന്താ ഇതൊക്കെ? ചേട്ടനൊരു ഉടുപ്പിന്റെ തുണിയും ഉടുക്കാൻ കയ്യിലും, അമ്മുനൊരു സാരിയും സ്പ്രേയും അത്തറും മോത്തിടാൻ സ്നോയും. ഫാറനൊന്നും കൊണ്ടുവന്നില്ലേ? സ്കോച്ചാ ചേട്ടനുള്ള സ്കോച്ച് ഭദ്രമായിട്ട് എന്റെ വീട്ടിലുണ്ട്. ഇതൊക്കെ വാങ്ങിച്ച് കാശ് കളയേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു പാവപ്പെട്ടവനായിരുന്നെങ്കിൽ ചെലവ് ചുരുക്കി ജീവിക്കാമായിരുന്നുവെന്ന് ഇപ്പോൾ ആഗ്രഹിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ പറ്റിയ ഒരു പെൺകുട്ടി ജീവിതത്തിലേക്ക് കടന്നു വരണം. ആ സമയം വരുമ്പോ എല്ലാം ആലോചിച്ചല്ലേ പറ്റൂ. കാശ് സൂക്ഷിക്കാൻ ഭാര്യ തന്നെ വേണമെന്നൊന്നുമില്ല. ഇവിടെ പവിത്ര മുതലാളി പുതിയൊരു ബാങ്ക് തുടങ്ങുന്നുണ്ട്. പവിത്ര മുതലാളിയോ? ആരാണ്? ഈ കരയിലെ പുതിയ മുതലാളിയാ. ഞാനും മോളോട്ടൊക്കെ നല്ല ലോഹ്യത്തില. ചേട്ടന്റെ അത്ര പ്രായവും അമ്മുനെ പോലൊരു മോളുള്ള ആളായിരിക്കുമല്ലേ? അല്ലല്ല, ഇത് ചെറുപ്പം, നല്ല സുന്ദരൻ, കല്യാണം കഴിച്ചിട്ടില്ല. അയാള് ശരിയല്ല. നിങ്ങൾ നേരത്തെ പരിചയമുണ്ടോ? ഇല്ല, പക്ഷെ അയാൾ ഒരു ബ്ലേഡ് കമ്പനിയല്ലേ തുടങ്ങാൻ പോകുന്നത്. അത് ഹറാമാണ്. നിങ്ങൾക്കറിയാമോ, പണ്ടൊരു അറബി ബ്ലേഡ് കമ്പനി തുടങ്ങിയതിന്റെ നാണക്കേടില്ല ഇപ്പോഴും അറബികൾ തലവഴി മുന്നിട്ട് നടക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ അയാളെ നേരിട്ട് കണ്ടതിന് ശേഷം പറഞ്ഞു തരാം. ഭർത്താവ് തളർന്നു എടുക്കാൻ തുടങ്ങിയിട്ട് 5-6 കൊല്ലമല്ലേ? കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു. വീട്ടിലെ ചെലവിന്റെ കാര്യങ്ങളേ ചാണാൻ വരുന്ന കൈ കൊണ്ട് അടിമേടിക്കല്ലേ? എന്റെ കൂടെ പോന്ന ചാണാൻ വരുന്ന കൈ കൊണ്ട് ഞാൻ സ്വർണം വാരിക്കും. രണ്ടും കൂടി കിന്നാരം പറഞ്ഞു നിൽക്കാണ്ട് ആ പശുക്കൾക്ക് പുല്ലോ വൈക്കോലോ എന്തെങ്കിലും ഇട്ടു കൊടുക്ക്. ഞാനിവിടെ പശുവിന്റെ ഉച്ചിഷ്ടമേറ്റം വാരിക്കൊണ്ടിരിക്കുക. 3 നേരം വെട്ടി വിഴുങ്ങണ്ടേ? മനുഷ്യനെ പണി ചെയ്യാൻ സമ്മതിക്കൂന്ന് വെച്ചാ? ഇയാള് ഒരുപാട് പണി ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പാലില് വെള്ളം ചേർത്ത് വിൽക്കുക, വൈക്കോലും മറിച്ച് വിൽക്കുക, ഇതൊക്കെയല്ലേ താൻ ചെയ്യുന്ന പണി. എന്റെ ഈ അന്ന സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഒന്നിനും വിശ്വസിക്കാൻ കൊള്ളില്ല. വിശ്വസിച്ച് കൂടെ നടക്കുന്നവരാ ചതി കാണിക്കുന്നത്. ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ? ഞാൻ ഇന്നലെ വെണ്ണ കട്ട് വിറ്റതെങ്ങാൻ ഇവളെ അറിഞ്ഞു. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? പാതിരാത്രി പെൺപിള്ളേരെ മുറിയിൽ കയറി ചെല്ലുമ്പോ അവരറിയാതെ കയറി ചെല്ലണ്ടേ, അല്ലെങ്കിൽ നമുക്ക് ചീത്ത പേരാ. വെളുപ്പിനൊരു 3 മണിക്ക് ചെന്നുള്ളൂ. കുഴപ്പമുണ്ടാക്കൂല. എന്റെ അനുഭവത്തിന് ഞാൻ പറയണത്. കുട്ടിയുടെ കാര്യത്തിലല്ല, നമ്മുടെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി കാർത്തിയാനില്ലേ, ഇരിങ്ങാലക്കുട ജംഗ്ഷനിൽ പാലുറ്റി നടന്ന എന്നെ കെട്ടിയിട്ട് നാട്ടിലെല്ലാം പോയപ്പോ ജെറ്റിട്ട് ഓടിയില്ലേ ഞാൻ. ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചു. ഇനി ഞാൻ ഇതെല്ലാവരോടും പറയാൻ തന്നെ പോവാ. നീ പോയി പറയടി. കുറെ നാളായാലോ നീ ഇത് പറഞ്ഞെന്നെ വേടിപ്പിക്കുന്നു. ഇനി ഞാനൊരു സത്യം പറയട്ടെ, അന്ന് ഞാൻ വന്നത് ശരിക്കും നിന്നെ നശിപ്പിക്കാനാ. നീ പെട്ടെന്ന് എഴുന്നേറ്റത് കൊണ്ട് നീ രസപ്പെട്ടു. ഇനി നിന്നെ രസപ്പെടില്ലടി. ഇത് കണ്ടോ, ഇത് ബോധകെടുത്താനുള്ള സ്പ്രേയാണ്. ഇതടിച്ചിട്ട് നിന്നെ നശിപ്പിക്കും. മുന്ത ഹിന്ദ എന്നോട് നശിപ്പിക്കും. അതെ, മല്ലയെ സൂക്ഷിക്കണം. പൂട്ടിയിട്ടത് അയണ പോലെ വെടിവെച്ച ആളാ. ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചോളൂ. അല്ലെങ്കിൽ വേണ്ട, അയാൾ അങ്ങനെ വിട്ട ശരിയാവില്ലല്ലോ. ഞാൻ വന്ന് കുട്ടിക്ക് കൂട്ടുകെടുക്കാം. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ മീനാസി സെല്ല് ചെയ്യരുതെന്ന്. നിനക്ക് നാചികാകിൽവാ? ഓ, മല്ലയ്യ അത്ര നല്ല പിള്ളയൊന്നും ചമയണ്ട. പാതിരാത്രി മുറി കയറി ചെന്നിട്ട് ബോധം കെടുത്തിട്ടുള്ള പദ്ധതി പറയുന്നൊക്കെ ഞാനും കേട്ടു. അത് ഞാനവിടെ സുമ്നെ പട്ടിക്കാൻ പറഞ്ഞതല്ലേ. ഇത് നിജവാകിലോ ഷേവിംഗ് ക്രീമോ? അയ്യേ, ഇത് പണി കാണിച്ചേ. ഇതെവിടുന്ന സെന്റ്?
സെന്റാ ഇത് ഏക്കറാണ്. ഇന്ന് കുളിച്ചിട്ടില്ല, ഒന്നടിച്ചേ. എടബാദൂരി ഇത് ബോധം കെടുത്തണ മരുന്നാണ്. ഇത് അടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് എഴുന്നേക്കുള്ളൂ. ഇതുകൊണ്ട് എങ്ങനെ പോണത്? അത് പറയാൻ പറ്റില്ല. കൊച്ചു കെല്ലി ഉച്ചമയക്കത്തിലാണല്ലേ, ഞാൻ മയക്കത്തരാം. അയ്യോ ബോധം കെട്, ഇതടിച്ച ബോധം കെടും. ബോധം കെടാനുള്ള സ്പ്രേ തന്നെ. ഹലോ, കായലെന്തെങ്കിലും കളഞ്ഞു പോയോ? കൊറേ നേരെ നോക്കി നിൽക്കുന്നു. ഹേയ്, ഞാനിതിന്റെ ഭംഗി ഒന്ന് ആസ്വദിക്കുകയായിരുന്നു. അതിനോട് ലേഡീസ് ആരും കുളിക്കുന്നില്ലല്ലോ, പിന്നെ എന്ത് ഭംഗി? കായലിന്റെ ഭംഗിയാ. കായലെന്ത് ഭംഗിയാണ്? കൊറേ വെള്ളം അതിങ്ങനെ കെട്ടി നിൽക്കണം. അതിനിത്ര ഭംഗിക്കാൻ എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഓഹോ, ലോല ഹൃദയനാണല്ലേ കവി. ഈ കവിമാരെങ്ങനെയാ എന്ത് വൃത്തികെട്ട സാധനത്തിനും ഭംഗി കണ്ടെത്തും. എന്റെ 18ാമത്തെ ഹാസ്യം കവികളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 18ാമത്തെ ഹാസ്യമോ? ആ, എനിക്ക് ആകെ മൊത്തം 30 ഹാസ്യം അറിയാം. ഇവിടുത്തെ അന്തേവാസികൾക്ക് ഇപ്പൊ അതൊക്കെ കാണാൻ പാടോ? 18ാമത്തെ ഹാസ്യം എങ്ങനെയാണ്? കവിയെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു, വിശ്രമം വേണം, അധികം ചിന്തിച്ചിട്ടുള്ള ജോലിയൊന്നും പാടില്ല. ഉടനെ കവി, ഡോക്ടർ എനിക്ക് കവിത എഴുതാമോ? അപ്പൊ ഡോക്ടർ, ഓ കവിത എഴുതാം, അത് ചിന്തയുടെ പ്രശ്നമില്ലല്ലോ. ഈശ്വര, അതെ സത്യോട്ടിക്ക് വട്ടൊന്നുമില്ല. ഇനി ഞാൻ 22ാമത്തെ ഹാസ്യം പറയട്ടെ. അതെ, അച്ഛനും അമ്മയും ഡോക്ടറെ കണ്ടിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വരും. അതിനു മുമ്പ് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അവര് മൊബൈൽ അല്ല, അതിനു മുമ്പ് അങ്ങോട്ട് ചെല്ലാലോ. നമസ്കാരം. അല്ല ഇതാര്? നമസ്കാരം. മുടിയൊക്കെ അങ്ങോട്ട് വളർന്നല്ലോ. ആ, കുറേശ്ശെ. കാര്യമില്ല, അടുത്ത കീമോ കഴിയുമ്പോ വീണ്ടും പൊഴിയുമല്ലോ. പക്ഷെ കീമോ നിർത്തിയ മുടി പിന്നെ വളരും. ഈ പ്രായത്തിൽ പല്ല് പോയി കഴിഞ്ഞാൽ പിന്നെ അത് വളരാൻ വലിയ ബുദ്ധിമുട്ടാ. മനസ്സിലായില്ല. ഇത്തരം അസുഖമുള്ളവരോടൊക്കെ നോക്കിയും കണ്ടും വേണം തമാശ പറയാൻ കേട്ടോ. അത് ശരിയായിരുന്നു. സാറേ സാറേ, ഓ, എന്റെ കൊക്കിന് ശ്വാസമുള്ളിടത്തോളം കാലം പറഞ്ഞ് ഞാൻ ഹാസ്യം പറയും. 30 ഹാസ്യം എന്റെ കയ്യിലുള്ളത് 30. ഇവിടെ ഓരോരുത്തർ പറയുന്നു ഹാസ്യം മരിക്കുന്നു, ഹാസ്യം മരിക്കുന്നു. എന്നിട്ട് ഞാനൊരു ഹാസ്യം പറയാൻ ചെല്ലുമ്പോ എല്ലാവരും എടുത്തോ പിടിച്ചോണ്ട് ഓടാ. ഇന്നാളൊരുത്ത എന്റെ ഹാസ്യം കേട്ട് കായലിലേക്ക് ചാടിയെന്ന്. കൊച്ചൗസേപ്പേ, അതെ, ഇത് വേഗതയുടെ കാലമാ. കൊച്ചൗസേപ്പിന്റെ 30 ഹാസ്യങ്ങളും ഇവിടെ എല്ലാവർക്കും കാണാപ്പാടോ. അങ്ങനെയാണെങ്കിൽ ഇനി മുതലേ ഈ ഹാസ്യത്തിന് നമ്പർ അങ്ങ് പറഞ്ഞാ പോരെ. എങ്ങനെ? അതായത് ഇപ്പോ ആ ഭാര്യയും ഭർത്താവും വഴക്ക് കൂടുന്നൊരു ഹാസ്യമില്ല, അതിന്റെ നമ്പർ എത്രയാ? 21. ആ, ഇനി മുതൽ 21 പറഞ്ഞാ മതി, ഞങ്ങൾ ചിരിച്ചു തന്നേക്കാം. അത് കൊള്ളാല. ശരി, ഞാനൊന്ന് പരീക്ഷിക്കട്ടെ. 8. ആ പോസ്റ്റ്മാന്റെ തമാശയല്ലേ? 22. കോളേജ് പ്രൊഫസറുടെ 13. മതി മതി മതി, ഇനി മതി. ഞാനേ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ തന്നെ ഉണ്ടാവും. ഹാസ്യം നമുക്ക് കുറച്ചായിട്ട് കേൾക്കാം. ഇത് കൊള്ളാല. പക്ഷെ വർക്കൗട്ട് ആവോ? സ്വയം ഒന്ന് പരീക്ഷിച്ച് കളയാം. 12. എലിയും പൂച്ചയും. 14. അണ്ണാർക്കണ്ണൻ രാഷ്ട്രത്തെയും. കൊള്ളാം കൊള്ളാം. പെങ്ങളെ ദേവി, ഇത് ഞാനാ. ഏട്ടൻ നീ ആ പുറകിലത്തെ വാതിൽ തുറക്ക്. ഏട്ടൻ എന്നാ ജയിലിന്ന് ഇറങ്ങിയേ? 2-3 ദിവസമായി. ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലേ? വാ. ആ, നാട്ടിൽ അന്വേഷിച്ചപ്പോ അറിഞ്ഞത് നീ പുത്തേഴത്തെ വീട്ടിൽ അടുക്കള പണിക്ക് നിൽക്കുന്നു. അടുക്കള പണിക്കാരുടെ മുറി എപ്പോഴും അടുക്കളോട് ചേർന്നായിരിക്കുമല്ലോ, അതുകൊണ്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. എന്നൊരു വേലക്കാരിയായിട്ടല്ല, സ്വന്തം മകളെ പോലെ ഇവിടെ എല്ലാരും കാണുന്നേ. നന്നായി. ഏട്ടനൊരു കള്ളനാണെന്ന് അറിഞ്ഞ നല്ലൊരു മോഷണം ഒത്തുവന്നാ അന്ന് ഈ പണി ഞാൻ നിർത്തും. നിന്റെയും കൂടി കല്യാണം, അതാണ് എന്റെ സ്വപ്നം. എന്നാൽ ഇറങ്ങട്ടെ മകളെ. രാത്രിയിലൊരു വീട്ടിൽ കയറിയിട്ട് വെറും കൈയോടെ മടങ്ങിപ്പോന്ന് ആദ്യമായിട്ടാ. ഇവിടെ കക്കാനൊന്നില്ലേ?
അമ്മാവൻ ഇവിടുത്തെ മുത്തശ്ശന്റെ അനിയനാ. കണ്ണിന് പരിക്കുപറ്റിയപ്പോഴേ പട്ടാളത്തുനിന്ന് പറഞ്ഞു വിട്ടു. അപ്പൊ കാഴ്ചയില്ലേ? കുറേശ്ശെ കാണാം. നിക്കടാ അവിടെ. ആരാടാ നീ? മാധവനായിരുന്നോ? ഞാൻ വിചാരിച്ചു വല്ല കള്ളന്മാരുമായിരിക്കുമെന്ന്. നിനക്ക് എന്താണ് രാത്രി ഉറക്കമൊന്നുമില്ലേ? ഞാൻ സാധാരണ രാത്രി ഉറങ്ങാറില്ല. നിന്റെ ശബ്ദത്തിന് എന്താ ഒരു പരപരപ്പ്? സമയദോഷം, ജലദോഷം. ആ തണുത്തൊന്നും കഴിക്കണ്ട കേട്ടോ. നീ വാ. നീ കാർഗിൽ യുദ്ധത്തെ പറ്റി കേട്ടിട്ടില്ല? ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ വിഗ്രഹമോഷണത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നീ ഏറ്റുമാനൂർ ക്ഷേത്രത്തെ പറ്റി പറഞ്ഞപ്പോൾ സുവർണ ക്ഷേത്രത്തെ പറ്റി ഞാൻ ഓർത്തു പോവുകയാണ്. വിദ്വന്മാരാ ഗ്രൂപ്പ് അപ്പുറത്തും 21 ബറ്റാലിയനുമായി ഞാനിപ്പുറത്തും. പിന്നെ അങ്ങോട്ട് വെടിയോ വെടി. എന്തൊരു തണുപ്പ്. ആടെങ്കിൽ ആട്. ആടെന്താ പൊതിച്ചെടുക്കണത്? പനി പിടിച്ചു കാണും. ആരാ? ഞാനിവിടുത്തെ കാര്യസ്ഥനാ, കാര്യസ്ഥ കുമാരൻ. ഞാൻ കള്ളം തന്നെയാ, പക്ഷെ വീട് മാറി കയറിയതാ. ഓ, കിഴക്കേടത്ത് കക്കാൻ വന്നതാണോ? അതെ. ശത്രു കുടുംബത്തിൽ കക്കാൻ വരുന്നവനെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഇവിടുത്തെ നിയമം. എന്താ പേര്? കാളിദാസ്. ആ, നല്ല പേര്. ദേ, ഈ മതില് ചാടിയ കിഴക്കേടത്ത. അവിടെ കാര്യമായിട്ടുള്ളത് അറിയോ? പിന്നെ പഞ്ചലോക വിഗ്രഹങ്ങൾ, വെള്ളിപ്പാത്രങ്ങൾ, പെട്ടി നിറയെ പൂത്ത കാശ്, സ്വർണ്ണാഭരണങ്ങൾ. മതി മതി, ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. അയ്യോ, ഒന്ന് കുനിഞ്ഞു തരൂ. എന്തിനാ? അല്ല, ഈ മധുരൊന്ന് ചാടാ. ഇതൊന്ന് വിരിക്കട്ടെ. ശ്വാസം പിടിച്ചോട്ടാ. കള്ളനാണെങ്കിലും ഒരു കുള്ളന്റെ ഭാരം. ഈ മുതുകൊണ്ടുള്ള സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ മുടിഞ്ഞ ഭാരവും ഞാൻ മറക്കില്ല. പിടിച്ചേനെ, കുഴപ്പമില്ല. അവിടെ ഈ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതിലേ പോയാ മതിയാ? നിനക്ക് ഞാൻ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ കാണിച്ചു. ആരാ ശബരി? ഒരു കള്ളനെ പിടിച്ചതാ. ഞാൻ വരുമ്പോ യവൻ ഇവിടെ കിടന്ന് പരുങ്ങുന്നു. ഞാൻ അപ്പുറത്തെ വീട്ടില് ഉത്തേഴത്തെയോ പേരിവിടെ വേണ്ടി പോയത്. നിർത്ത, അവനെ തല്ലാതെ. നീ അയ്യപ്പൻ പറഞ്ഞിട്ട് വന്നതാണോ? ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. ശബരി, ഒരു പുതിയ കാര്യസ്ഥനെ അയക്കുന്ന കാര്യം അയ്യപ്പൻ പറഞ്ഞിരുന്നു. പാവം, ഇവനെ ആ മുറി കാണിച്ചു കൊടുക്ക്. കൂടച്ചല്ലേ. നീ എന്താ അവിടെ തന്നെ നിന്നത്? അടുത്തേക്ക് വാ. വരാനാ പറഞ്ഞത്? ഒരു എസ്ഐയോട് ആജ്ഞാപിക്കുന്നു. എന്താ ഒരു മടി? നിനക്കെന്നെ അറിയാലോ. അറിയാവടാ. ആകച്ചടോ. ഈ കുപ്പിക്കകത്ത് കയറൂ. സാറിനോട് കുപ്പിയിലോട്ട് കയറാൻ. കേറാൻ. പോലീസുകാരൻ നീ കുപ്പിയിലാക്കുമല്ലടാ. എനിക്ക് താങ്കളോടല്ല പറഞ്ഞത്. മിണ്ടിപ്പോത് പൊട്ടിച്ചു കളയും ഞാൻ. എന്റെ മാന്ത്രികതുണ്ട്. നിന്റെ മാന്ത്രികത ഉണ്ട്. ഇത് ഉപയോഗിച്ച് നീ നടത്തിയ സകല വൃത്തികേടുകളും ഞാൻ പുറത്തു കൊണ്ടുവരും. ആരെയാണ് നീ നോക്കുന്നത്? നടക്കടാ, നടക്കാൻ. ഇതോടെ ആ മന്ത്രവാദിയുടെ ശല്യം ഒഴിഞ്ഞെന്ന് കരുതണ്ട. കോടതി ചിലപ്പോ അയാൾക്ക് ജാമ്യം അനുവദിച്ചേക്കും. അതിനുള്ള പണിയൊക്കെ എന്റെ കയ്യിലുണ്ട്. സത്യതീർത്ഥൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മറയൂർ സ്വദേശിയായ രാഘവേന്ദ്രൻ എന്ന ഇയാൾ മാന്ത്രിക താന്ത്രിക വിദ്യകൾ പ്രയോഗിച്ച് നഗരത്തിലെ വൻ ആഭരണശാലകളിൽ നിന്നും മോഷ്ടിച്ചെടുത്ത കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും രത്നങ്ങളും SI മാധവൻ ചിന്ദ്രാപിന്നിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം
ഒരാഴ്ച മുമ്പ് ഇയാളുടെ ആശ്രമത്തിൽ നിന്ന് കണ്ടെടുത്ത് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാകുന്നു. കാഷായ വസ്ത്രത്തിന്റെ മറവിൽ മോഷണം നിത്യതൊഴിലാക്കിയ ഈ ഭീകരന് ബഹുമാനപ്പെട്ട നീതിപീഠം പരമാവധി ശിക്ഷ നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മേൽപ്പറഞ്ഞ ആരോപണങ്ങൾക്ക് താങ്കൾക്ക് എന്ത് മറുപടിയാണ് കോടതിയെ ബോധിപ്പിക്കാനുള്ളത്? ചോദിച്ചത് കേട്ടില്ലേ? എന്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. നിഷേധിക്കുന്നു സത്യമായിട്ട് ഞാൻ നിഷേധിക്കുന്നില്ല എന്ന് പറഞ്ഞത്. അത് ഞാനല്ല പറഞ്ഞത്. ആ ഭൂതമാണ് പറഞ്ഞത്. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. ധൈര്യമുണ്ടെങ്കിൽ താഴെ ഇറങ്ങി വാടാ. What nonsense is this? ബഹുമാനപ്പെട്ട കോടതിയെ അപമാനിച്ചോട്ടല്ലോ. ഞാൻ വക്കീലിനല്ല തല്ലിയത്. ഞാൻ പറയുന്നത് വിശ്വസിക്കണം. ഞാൻ വക്കീലിനല്ല തല്ലിയത്. പോലീസ് സർ, കം ഓൺ. ഇങ്ങോട്ട് ഇറങ്ങണം. നീ പ്രോസിക്യൂട്ടർ തല്ലും അല്ലടാ. ഞാൻ സാറിനല്ല വിളിച്ചത്. എല്ലാരും കാണുക കൊരവള്ളി പൊട്ടിക്കാൻ നോക്കിയിട്ട് ഇപ്പൊ എന്റെ അല്ലെന്നോ? ഞാൻ സാറിനല്ല പിടിച്ചത്. സത്യമായിട്ട് ഞാൻ സാറിനല്ല പിടിച്ചത്. ഞാൻ സാറിനല്ല പിടിച്ചത്. നിന്നെ എന്നെങ്കിലും എന്റെ കൈ കിട്ടും. അന്ന് നിന്നെ ഞാൻ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കും. നിന്നെ ഭസ്മമാക്കും. ആശാനേ അത് ശരി, നിങ്ങ ജലോത്സവം തുടങ്ങിയ എന്താണ് എല്ലാവരും ഭയങ്കര സീരിയസ്? ഓ, ഞാനിങ്ങനെ പഴയ കഥകളൊക്കെ പറഞ്ഞിരിക്കണായിരുന്നു. അപ്പൊ കോമഡിയാണ്. ആശാന്റെ പുരാണ ഗജാപ്രസംഗം. അവൻ പറഞ്ഞത് നേരാ. ഞാനിപ്പോ കോമഡിക്കാരനാ. പക്ഷെ പണ്ട് ഈ കൊച്ചിയില് ഈ ഡെൻവറും ഇവന്റെ തന്ത എസ്തപ്പാനും കൂടെ വിരിഞ്ഞൊന്ന് നിന്നാ പോലീസ് വണ്ടി റിവേഴ്സ് എടുത്ത് പോകുമായിരുന്നു. പറഞ്ഞാ ഇന്നാരും വിശ്വസിക്കൂല. അപ്പൊ ഈ പ്രാഞ്ചി ഷാജിയൊക്കെ മൂക്കളെയും വാലിച്ച് നടക്കണം നത്തോലിപ്പുള്ളവരാണ്. അതിനിടയ്ക്ക് എപ്പോഴും ഈ പൊട്ടലും കയറി വന്ന് അന്ന് കൂടെ നിന്ന് പടി പഠിച്ചവരൊക്കെ ബെഡാ പാർട്ടികളായി. ഇവര് മാത്രം നമ്മളെ ഉപേക്ഷിച്ചില്ല. ഞാനിങ്ങനെ ഇവന്മാരുടെ തോളെ തൂങ്ങി ഒരു കടക്കിഴവനെ പോലെ. ആശാനെന്താ ഒരുമാതിരി സെന്റി വർത്താനം പറയണത്? ഇത്രയും സീനിയർ ആയിട്ടുള്ള വേറെ ആരണ്ട് ഈ പ്രദേശത്ത്? ഏത് കൊച്ചിക്കാരന്റെ ആശാൻ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ബഹുമാനം തന്നെയാണ്. അതില്ലാത്തവനെ കൊണ്ട് ഷാജി ബഹുമാനിപ്പിക്കാൻ ചെയ്യും. എലക്ഷന് നിക്കണാണേല് ഇങ്ങേരെ പുട്ടുപോലെ പാട്ടും പാടി ജയിപ്പിക്കുന്ന നാട്ടുകാര്. നാളെ കൊച്ചിയിലും മന്ത്രിയാണ് ആശാൻ. മന്ത്രി അറിയാവാ? കാണുമ്പോ എല്ലാരും ആശാലെന്നൊക്കെ വിളിക്കും. പക്ഷെ പ്രായം ചെന്നാ പിന്നെ ഏത് കേടി എടുക്കാത്ത നോട്ട് പോലെയാണ്. നിങ്ങളുടെ രണ്ട് തെറിയേക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെന്നുള്ള തോന്നലുണ്ടാവണത്. അത് കേൾക്കാനാണ് ഞങ്ങ ഈ ചൊറിയണത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര കുരുവൊട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു ആശാനെ. ഞാനിത് നിങ്ങളോട് പറഞ്ഞല്ലടാവേ. ഞാൻ പൊതുവായിട്ടൊരു കാര്യം പറഞ്ഞതാണ്. അങ്ങനെ പൊതുവായിട്ട് ഇപ്പൊ കാച്ചുണ്ടെങ്കില എടുക്കാത്ത നോട്ടിന്റെ വിലയാണോ നിങ്ങൾക്ക് ഞങ്ങൾ തന്നിട്ടുള്ളത്? പഞ്ഞത്തിന് മരുന്ന് പൈപ്പ് വെള്ളം മാത്രമായിട്ടുള്ളൊരു കാലം ഉണ്ടായിരുന്നു പണ്ട്. രാജപാളയം പട്ടിയുടെ പോലെ അകത്താട്ട് വളഞ്ഞ വയറും ഉന്തിപ്പിടിച്ച് നിൽക്കണ നെഞ്ചും കൂടുമായിട്ട് നടന്ന ഒരു വാണാലും ചെക്കനായിരുന്നു അന്ന് ഷാജി. അഞ്ഞൂറ് വളിവിട്ട അഞ്ഞൂറ് ജീവനും കൂടി അങ്ങോട്ട് പോവും. ആ തെണ്ടി ചെക്കനിപ്പോ ആരുടെ പൊക്കത്തിന് ഞെളിഞ്ഞു നിൽക്കണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നിൽക്കണ. ആ നിങ്ങൾക്ക് വിലയിടാനുള്ള നോട്ട് ഒരു കമ്പട്ടത്തിന് അടിക്കാൻ പറ്റൂല. ചത്തുപോയ അപ്പന്റെ സ്ഥാനത്താണ് ഞാൻ ആശാനെ കാണുന്നത്. ഇതാണ് ഞങ്ങൾ കൊച്ചിക്കാരുടെ ഒരു കുഴപ്പം. കൂടെ ഉള്ളവരൊരു ദണ്ണം വന്നാ അത് കൂട്ടത്തിലുള്ള എല്ലാവരുടെയും ദണ്ണമാ. ബോംബെയിലൊക്കെ എങ്ങനെയാന്ന് ഞങ്ങൾക്കറിയില്ല കേട്ടോ. പുറത്തുനിന്ന് നോക്കണവന്മാര് നമ്മ കേടികളാണ് കെട്ടവരാണെന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ കൂട്ടത്തിലുള്ളവർ തമ്മിൽ ഒരിക്കലും ഗിരിഗിരിപ്പ് ഉണ്ടാവരുത്.
അങ്ങനെ ഉണ്ടായാൽ ആ സെറ്റ് അടിച്ചു പിരിച്ച് കബൂറായി പോവുകയുള്ളൂ. അതുകൊണ്ടാ നിങ്ങൾ തമ്മിൽ പോട്ടി ഉണ്ടാവരുതെന്ന് എപ്പോഴും ജോളിയായിട്ടിരിക്കണമെന്ന് ഞാൻ പറയണത്. ആ സത്യം. ആ അത് കെടുത്തിയത്. ഇത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡല്ലേ? ഇതെങ്ങനെ ഇവിടെ അത് ആശാന് കിട്ടിയതാണ് ഏറ്റവും മികച്ച ചുമക്കുള്ള സ്റ്റേറ്റ് അവാർഡ്. ആ അവാർഡ് കിട്ടിയത് നിന്റെ തന്തയ്ക്ക്. ഇതാരുടെയാണെന്ന് അറിയാവാ? സൂപ്പർ സ്റ്റാർ വിമൽ കുമാറിന്റെ. സത്യമായിട്ടും ഇതെങ്ങനെ ഇവിടെ വന്നു? അത് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്ങേരെ ഒരു പടത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഇവിടെ. അതിനിടക്കാണ് ഈ അവാർഡ് കിട്ടിയത്. അതും മേടിച്ചോണ്ട് നേരെ പോകുന്നത് ഇങ്ങോട്ട്. അവന്റെ കാര്യം ഇവിടെ പറയണ്ടേട്ടാ, ഒടുക്കത്തെ ചാടിയണ പന്നിക്ക്. ഷാജി അണ്ണൻ സ്ഥലം കൊടുത്തിട്ട് അയാൾ മൈൻഡ് ചെയ്തില്ല. അത്രയ്ക്ക് അഹങ്കാരം കാണിക്കാവാ. സ്വർണമാണെന്ന് കരുതി അടിച്ചു മാറ്റിയതാണ്. പിന്നീടാണ് വിവരം അറിഞ്ഞത് പാട്ടപ്പിച്ചളായിരുന്നു. ചായ ഇവിടെ എവിടെയും ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത്. ഇവിടെ ഇപ്പൊ സ്ഥിരം സിനിമ ലൊക്കേഷൻ അല്ലേ? ആഹാ, എന്നിട്ട് ചേച്ചി ഇവിടെ വടക്ക് തുളയിട്ടോണ്ട് നിൽക്കണ. എന്തെങ്കിലും ചാൻസ് കിട്ടുമെന്ന് നോക്കായിരുന്നില്ലേ? ചേച്ചി പണ്ടൊന്ന് ചാൻസ് ചോദിച്ചപ്പോ റിലീസായ പടമാണ് ദേ അവിടെ നിന്ന് ബിസ്ക്കറ്റ് തിന്നണത്. അതോ ചില തൈക്കളവിന്ന് അടിമാര് പറയണ പോലെ ഇനി നായികയായിട്ടുള്ള ഷാജിയണ്ണൻ അങ്ങനെ പറയരുത്. ചേച്ചിക്ക് നല്ല അടിപൊളി അമ്മവേഷമല്ലേ സിനിമാക്കാര് കൊടുത്തത്. ചേച്ചി അമ്മവേഷത്തിൽ അഭിനയിക്കുന്നില്ല, ജീവിക്കല്ലേ. കളിയാക്കടാ. ഒരു സിനിമാക്കാരൻ വീർപ്പിച്ച് തന്ന വയറ് തന്നെ എന്റെ. അന്നേ അതങ്ങ് കലക്കി കളഞ്ഞിരുന്നെങ്കിലേ ചിലപ്പോ ഞാനും ഒരു നടിയാവുന്നടാ. വാ എസ്കേപ്പ്. അല്ലെങ്കിൽ ചേച്ചി നമ്മളെയും കലക്കും. വാ അവരൊരു കോമഡി പറഞ്ഞില്ലേ? ഈ കൊച്ചിനെ കഷ്ടപ്പെട്ട് വളർത്തുമ്പോഴേ തിരിഞ്ഞു നോക്കാൻ ഒരു കോമഡിക്കാരനെ കണ്ടിട്ടില്ല ആശാനെ. നിനക്കിത് എന്തിന്റെ സൂക്കേടാണ്? കഷ്ടപ്പെട്ട് ജീവിക്കണ ഒരു പെങ്കൊച്ചാണ് അവള്. എന്ത് എങ്ങനെ അയ്യോ അല്ല ബ്രാഞ്ചി, സത്യത്തിൽ ആ ചേച്ചിക്ക് എന്താ പറ്റിയത്? ആ ചേച്ചി പണ്ടൊന്നും മദിരാശി പോയതാണ്. എന്തിന്? നടിയാവാനായിട്ട്. വെറുതെ ആയി. ഈ അടി പിടി വെടി ഇതാണല്ലോ സിനിമ. പുല്ലു തിന്നുന്ന ക്രാവായിട്ട് പോയി പാല് കിടക്കുന്ന പശുവായിട്ട് വന്നു. കേരള ജീപ്പില് എന്തിനാണെന്നാ ഒരുത്തനെ ഇടിച്ച് കൊല്ലാൻ നോക്കിയതിന്? എന്റെ സ്വഭാവം പറഞ്ഞ് ചീത്തേക്കരുത്. ഏട്ടഞ്ഞ് കഴിഞ്ഞ പിന്നെ തല്ലുകൊള്ളാൻ നിർത്താറില്ല ഞാൻ. എന്നെ വെറുതെ തല്ലുകൊള്ളിപ്പിക്കാതെ വന്ന് കേറച്ചു. ശ്യാമളം പറയുന്നത് അനുസരിക്കച്ചു, നീ ചെല്ല്. ശ്യാമളോ തന്റെ മടിയിലിരുത്തിയാണ് പേറ്റത്? സാറിന് വിളിക്കണോ? ഞാൻ നിന്റെ ആശാനല്ലേ ശ്യാമള? ആശാനും കൂശാനൊക്കെ അങ്ങ് വാലേലി. യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ക്രിമിനൽസാ. മോനെ ഒരു ഗുണ്ടയായിട്ട് വളർത്താനാണ് തന്റെ ഉദ്ദേശമെങ്കിൽ ഇടിച്ചു തന്നെ പൂമ്പലൊക്കെ ഞാൻ. ഒന്നുമില്ല, ഒരു ഗുരുദക്ഷിണ കൊടുത്തതാ, ചുമ്മാ പേടിപ്പിച്ചതാ. എന്റെ കൈമനെ കർത്താതെ വേഗം വണ്ടി കേറച്ചു. എന്ത്? ഇത് കേസാക്കാൻ ആരാ പരാതി വന്നതെന്ന്? നിന്നെ ഇവിടെ നിന്ന് ഉടനടി പൊക്കണമെന്ന് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞത് മറ്റാരുമല്ല, ഈ നിൽക്കുന്ന നിന്റെ സ്വന്തം അച്ഛൻ തന്നെയാ. ശരിയാടാ, ഞാൻ തന്നെയാ വിളിച്ചു പറഞ്ഞത്. മറ്റൊന്നും കൊണ്ടല്ല, ഇതറിഞ്ഞ് അപ്പോ എങ്ങാനും വന്നാൽ അത് കണ്ടു നിൽക്കാനുള്ള കരുത്ത് എനിക്കില്ല. ഈ കേസിൽപ്പെട്ട് നീ സ്റ്റേഷനിലാണെന്നറിഞ്ഞാൽ അവനങ്ങ് തണുത്തോളും. നിനക്കിപ്പോ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം ശ്യാമളന്റെ സ്റ്റേഷൻ തന്നെയാ. ഒരു അഡ്ജസ്റ്റ്മെന്റ് അച്ഛൻ ഒന്ന് സഹകരിക്കണം. കൈക്കൂലി വാങ്ങിച്ചിട്ട് പറയല്ല. അടുത്ത ബാലയിൽ ശ്രീകൃഷ്ണനാക്കാമെന്ന് ആശാന്റെ ഓഫർ ഉള്ളതുകൊണ്ട് പറയാ. ചെല്ലു ചെന്ന് നമ്മുടെ ചൈതന്യ രഥത്തിൽ കയറൂ. കാരാഗൃഹത്തിന്റെ വാതിൽ നിനക്കായി നാം തുറന്നു തരാം. വരൂ, വലതുകാൽ വെച്ച് വരൂ. ആ, ഇത്രയും നാളിതൊരു ഭാർഗവി നിലയമായിരുന്നു. ഇപ്പോഴാ ഒരു ആളും അനക്കൊക്കെ ആയത്. അച്ചു, ഞാനൊരു ആഗ്രഹം പറഞ്ഞ് സാധിച്ചു തരുമോ? ഞാനൊരു ത്രാണിയില്ലാത്ത വെറും ഒരു പുളുന്താൻ എസ്ഐയാണെന്ന് ഇവിടുത്തെ പോലീസുകാർക്ക് മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യം അത് സത്യമാണെങ്കിലും എനിക്കത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിന്നെ പതുക്കെ 2-3 ഇടിയിടിച്ച് എനിക്ക് അവന്മാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യണം. പതുക്കെ ഉറുമ്പെടുക്കണ പോലെ. നിനക്ക് കൊടുക്കുന്ന ആരോഗ്യല്ലേ, നീ ഒന്ന് ഏറെ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി പ്ലീസ്.
വിരിഞ്ഞല്ല, ഒരു ബോഡി ഒത്തു കിട്ടി. നീയൊക്കെ റൗഡി സംഘാനിക്കും അല്ലടാ റാസ്കളേ. നീ അതോട്ട് സംസാരിപ്പിക്കൂടാ. എന്റെ കൈയുടെ ചൂടറിയടാ. സുധാകര, ശ്യാമളൻ സാറിന് നല്ല ഉഷാറിലാണല്ലോ. എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാണ്ടാക്കരുത് പ്ലീസ്. എന്തു പറ്റി സാർ? അവന്റെ കരച്ചിൽ എന്ത് സഹിക്കാൻ പറ്റുന്നില്ലടോ. അത്രയും തല്ലുണ്ടായിരുന്നു. അവസാനം കാല് പിടിച്ചപ്പോ നിർത്തി. നാഭിക്ക് മുട്ടുകാല് കൊണ്ട് ഇടിച്ചിട്ടുണ്ടല്ല. ഇന്ത്യയുടെ താഴെ കിടക്കുന്ന ശ്രീലങ്ക വരെ തകർന്നു പോയടോ. ആഹാ, ഇത് ഇങ്ങോട്ടും അടിക്കാൻ തുടങ്ങിയോ? ഹലോ, ആ സ്രാങ്ക് അവിടെയില്ലേ? അയ്യോ, ഇത് ബോട്ടല്ല, കടയാ. റോങ് നമ്പര്. പറയണ കേട്ടാ മതി. ആ സ്രാങ്ക് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ 5 മിനിറ്റിനകം ഈ ഫോണിന്റെ ചോട്ടി വന്നിരിക്കാൻ പറ. അത് പറയാൻ നിങ്ങൾ ആര്? മായാവി. ശരി. ശ്രാങ്കേ, ഒരു സർബത്ത് കുടിച്ചിട്ട് പോവാ. എന്റെ പൊന്നോ വേണ്ട. എന്നിട്ട് കാശില്ലാന്ന് പറയുമ്പോ താരിക്കിട്ട് തട്ടാനല്ലേ? സ്രാങ്ക് വരുന്നു. ആ ചേരങ്ങോട്ട് എടുത്തേ. ഒന്നങ്ങോട്ട് മാറി 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 കൊടുക്ക്. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഇതെന്ത് മറിമായും? എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഹലോ, ഞാനാ മായാവി. ഞാൻ എപ്പോഴാടാ നിന്റെ ശിഷ്യനായത്? തവളപ്രക്കടി. നീ എപ്പോഴാടാ എന്നെ കണ്ടിട്ടുള്ളത്? ഒരു കയ്യബദ്ധം, നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ, നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. എനിക്ക് അവിടെ നിന്റെ കൊണ്ട് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് അതുപോലെ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ അർത്ഥമെടുക്കും. മനസ്സിലായില്ലേ? ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. ശരിയാടാ, ശ്രാങ്ക് മായാവിയുടെ ആശാൻ തന്നെയാ. പിന്നെ ഞാനെന്തിനാ ആശാനെന്നും പറഞ്ഞ് നടക്കുന്നത്? ഇനി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഇവിടുത്തെ കാര്യം ഞാൻ ഏറ്റു. ശരി. ഞാനല്ലേ പറയുന്നത്. നിനക്ക് ഈ ആശാന വിശ്വാസമില്ലേ? എന്നാലും ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ. അത് മതി. ഈ ഗുരുവിന് തിരുപ്പതിയായടാ, തിരുപ്പതിയായി. പിന്നെ ഒരു ഗൗരവമുള്ള ജോലി നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. കണ്ണൂരിലെ നമ്മുടെ കളരിയിൽ നിന്ന് ആ പഴയ രഹസ്യ ആയുധപ്പെട്ടി ഒന്നിങ്ങെത്തിക്കണം. പകല് വേണ്ട, രാത്രി മതി. ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട, പറയുന്നത് അങ്ങോട്ട് ചെയ്താ മതി. കേരള അവൻ പറയാ പരസ്യമായിട്ട് അവന് ഗുരുപൂജ ചെയ്യണമെന്ന്, അതും അമ്പലത്തിന് നടയിൽ വെച്ച്. അതാ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത്, കയ്യപ്പത്തൊന്നും കാണിക്കരുത്, നാറ്റിക്കരുതെന്ന്. നിങ്ങൾ കേട്ടില്ലേ? ഈ സ്രാങ്കിന്റെ ഒരു ഭാഗ്യേ. ഇതൊക്കെ എന്ത്? തനിക്ക് എത്ര രൂപ തരാനുള്ളത്? ഒന്ന് ചുമ്മാ ആ കിശന് കയ്യെടുത്തേ. നാട്ടുകാരാകുമ്പോ കുറച്ച് കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തൊന്ന് വാങ്ങി നോക്കിയിരിക്കും. അതൊന്നും കാര്യാക്കാനില്ല. എന്നൊരു 50 രൂപ എടുത്തേ. കാര്യങ്ങളും വിവരങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ഇനി എന്തറിയാനാ? കാര്യം നമ്മൾ പലപ്പോഴായിട്ടൊന്ന് ഉരസിയിട്ടുണ്ടെങ്കിലും ഞാനത് മറന്നു. ആണുങ്ങളായതൊക്കെ പതിവാ. നീ ഇന്നു മുതൽ എന്റെ കൂടെ കുടിക്കും, ശിക്ഷനായിട്ട്. അത് വേണം. വേണം. ഒരു ഫ്രീ ചായ ഇവന് കൊടുക്കും. നിങ്ങളൊന്നേ
നമ്മൾ ചെയ്ത വലിയൊരു തെറ്റിന് പരിഹാരം ചെയ്യണം. പലഹാരം വേണോ ആ, പലഹാരം അല്ലട കഴുതേ, പരിഹാരം. ഏതായാലും പലഹാരത്തെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് എടുത്തോളൂ. 2 ബോണ്ട, ഒരു സവാളവട, ഒരു സുഖിയൻ. അവിടുത്തെ താമസക്കാരൻ എത്തോ രാമു? ആ ഉടനെ എത്തും. മനോഹരൻ ചേട്ടൻ എന്ത് ചേച്ചി? അയാൾ കഥ എഴുതുകയാണ്. അതെ, കുറച്ച് ദിവസമായില്ല ചെലുത്താനും മാലാഖി കേട്ടിങ്ങനെ ഇരിക്കണേ. മനസ്സിൽ കഥയുടെ വിത്ത് പാകിയിട്ട് കുറെ ദിവസമായി, പക്ഷെ അങ്ങോട്ട് മുളക്കുന്നില്ല. മനസ്സിലും പേപ്പറിലും മാത്രം മുളപ്പിച്ചോണ്ടിരുന്നാ മതി. തളിരായി പൂവായി കായായി വളരാതിരിക്കില്ല എന്റെ മാലാഖ. മോനെ സൂക്ഷിക്കണേ, ഇവിടെയൊക്കെ പട്ടിയുടെ ശല്യം ഉള്ളതാ. വിശക്കുമ്പോ നീ അതിനൊക്കെ കടിച്ച് തിന്നരുത്. പട്ടണത്തിൽ നിന്ന് സ്ഥലം മാറി വരുന്ന രസയും സുന്ദരിയായൊരു ഭാര്യയും ഒരു കൊച്ചു കുഞ്ഞും, ബലിഷ്ടമായ 2 കാലുകളും, അലക്ഷ്യമായ മുഖഭാവത്തോടെ, അലസമായ അംഗവിക്ഷേപത്തോടെ, അരോഗ്യദൃഢഗാത്രനായ മധുര മനോഹര മനോജ്ഞനായ ചെറുപ്പക്കാരൻ. അദ്ദേഹമാണ് നേരത്തെ കണ്ട അബലിഷ്ടമായ കാലുകളുടെ പ്രൊപ്പറേറ്റർ. ഉണ്ണീശയുടെ മുഖമുള്ള എന്റെ ചെകുത്താൻ ആരാണ്? പിള്ളേരുടെ അടുത്താണ് ഇത് കൊണ്ടുവച്ചിരിക്കുന്നത്. ആരാ? ഞാൻ മനോഹരൻ മംഗളോദയം, നിങ്ങളുടെ അയൽവാസിയാണ്. സർവോപരി കേരളത്തിലെ സ്ത്രീജനങ്ങൾ നെഞ്ചിലേറ്റിൽ ആലിക്കുന്ന ഒരു നോവലിസ്റ്റ് കുട്ടിയാണ്. മനസ്സിലൊരു കുളിർമഴ. അതെ, എന്റെ തൂലികയിൽ നടന്നു വീണ മറ്റൊരു മുത്തുമണിയാണ്. സുഗുണേട്ടാ, നോ, മനോഹരേട്ടൻ. സുഗുണേട്ടാ, എന്തടി, എന്ത് പറ്റിയടി? ഹലോ. അയ്യോ, എന്നെ പിടിച്ചു വെട്ടരുത്, ഞാൻ പാവമാണ്. നീ ആയിരുന്ന പിടിപിടി ഓടട്ടെ. അയാൾ നമ്മുടെ അയൽവാസിയാ, എഴുത്തുകാരൻ മനോഹരൻ മംഗളോദയം. ഇത് നേരത്തെ പറയണ്ടടി, ഞാൻ കരുതി കള്ളനായിരിക്കും. അതല്ലേ പോലീസിനെ വിളിക്കാൻ ഓടിയത്. ഏട്ടനല്ലേ പോലീസ്? അത് ഈ കള്ളന്മാരെ കാണുമ്പോ ഞാനങ്ങ് മറക്കും. വന്നേ ഒന്ന്. ഹലോ ഹലോ, ഞാൻ സബ് ഇൻസ്പെക്ടർ സുഗുണൻ, ഇടിവെട്ട് സുഗുണൻ. ധീരന്മാരായ എല്ലാ പോലീസ് ഓഫീസേഴ്സിനും ഒരു ഇരട്ട പേര് കാണുമല്ലോ. അതാരും സ്വയം പറയാറില്ല. അതിരിക്കട്ടെ, എന്നെ കണ്ടപ്പോ എന്തിനാ ഓടിയത്? അതോ, ഞാനും ഭാര്യയും കൂടെ കള്ളനും പോലീസും കളിക്കായിരുന്നു. ജസ്റ്റ് ഫോർ എ ഹൊറർ. പേടിപ്പിക്കാടി. അല്ല, എന്താ വാക്ക്? അതേ മുറ്റത്ത് കിടന്ന് കിട്ടിയതാ. വെട്ടില്ല. ഹാജരാക്കൂ. ഞങ്ങൾ പോലീസുകാരൊക്കെ ഇങ്ങനെയാ, ഒരു കാര്യമില്ല. വന്നോളൂ, പാടി വാ. മുടിയാ, എന്നെ പേടിക്കണ്ട. കൂടെ ഒരു ആളുണ്ടായിരുന്നല്ലോ, 1 മിസ്റ്റർ ചെറുപ്പക്കാരൻ. ഓ, സൂര്യ. എന്റെ ആളെയും കുളിക്കാൻ പറഞ്ഞു വിട്ടിരിക്കുക. സൂര്യ എന്റെ ചെകുത്താന്റെ പേര്. എന്നെ സ്വന്തം മകന് പറ്റിപ്പോയി. ഇതെന്റെ ഭാര്യ രമണി. ആണോ? എഴുതോ? പഠിച്ചോണ്ടിരിക്കുമ്പോ ഒരുപാട് എഴുതിയിട്ടുണ്ട്. പ്രേമലേഖനം എഴുതുന്ന കാര്യമല്ല ചോദിച്ചത്, നോവൽ എഴുതുന്നു. അയ്യേ, ഈ നോവൽ എഴുതാനൊന്നും എന്നെ കിട്ടില്ല. സാറിന്റെ മനസ്സിലൊരു കുളിർമഴ ഒരുപാട് രാത്രിയിൽ എന്റെ ഉറക്കം കെടുത്തിട്ടുണ്ട്. മിസ്റ്റർ സൂനൻ, so many ladies like this. പോയി ചായ എടുത്തു വന്നടി. അതിനെന്താ? സൂര്യ, ഇവിടെ വരൂ. ഭാഗ്യം വരുന്നു. ഇവര് നമ്മുടെ ദരിദ്രവാസികളാ, അല്ല അയൽവാസികളാ. കേട്ട് കേട്ട്. ഞാനൊന്ന് ഡ്രസ് മാറിയിട്ട് വരാം. പോക്കോ. എന്നെ ഭയങ്കര പേടിയാ. അയ്യോ, സിനിമാ നടനെ പോലെ ഉണ്ട്. ഒരുങ്ങിയിറങ്ങി എന്നെ കണ്ടാൽ അവനഴിയിലെ മമ്മൂട്ടി എന്നേ ആരും പറയൂ. പിന്നെ ഈ രൂപത്തിലൊന്നും ഒരു കാര്യമില്ല. അവനുണ്ടല്ലോ ആ സൂര്യ, ഒരു ഗജ പോക്കരിയ. പാവ അവന്റെ അച്ഛൻ നന്നാക്കാൻ വേണ്ടി എന്റെ അടുത്ത് കൊണ്ടുവന്നതാ. ആരോടും പറയണ്ട, നോക്കി ഗർഭമുണ്ടാക്കുന്ന ജാതിയാ. സത്യം പറയണ്ടായിരുന്നു. ഒരു ഗജപോക്രിയെ മെരുക്കാൻ അളിയന്റെ അടുത്ത് ഏൽപ്പിക്കുന്നു. അളിയനാണെങ്കിൽ പോലീസ്. മനോഹരമായ തീം. അല്ല, എങ്ങനെ മെരുക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അതാ സൈഡിലെങ്ങാനും കടന്ന് മെരുങ്ങിക്കോളും. പാടില്ല, അയാൾ എനിക്ക് വിട്ടുതരൂ. എന്തിന്? ഏത് ഗജപോക്രിയുടെ മനസ്സ് മാറ്റാനുള്ള ഫോർമുല എന്റെ കയ്യിലുണ്ട്. എന്ത് ഫോർമുല? പ്രണയം. അവന്റെ മനസ്സിൽ പ്രണയത്തിന്റെ വിത്തുപാക്കിയാൽ മതി. എന്റെ വഴിപിഴച്ച പ്രണയം വായിച്ചിട്ടുണ്ടോ? ഞാൻ ഈ കൂറകളൊന്നും വായിക്കാറില്ല. ഒന്ന് വായിച്ചു നോക്കണം. എന്തോന്നു? പക്ഷെ പ്രേമിക്കാൻ ഒരു പെണ്ണിനെ കിട്ടണ്ടേ? ഞാനൊന്ന് ട്രൈ ചെയ്താ. ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്നു മുതൽ സൂര്യയെ എനിക്ക് വിട്ടത്. എന്തിന്? അത് വഴിയെ മനസ്സിലായിക്കോളൂ.
പുറത്തിറങ്ങുമ്പോൾ ഇനി മുതൽ ഞാനും അവന്റെ ഒപ്പം ഉണ്ടാകും. ജസ്റ്റ് ഫോർ എ കൂച്ച്. മലയാള രമയിൽ എന്റെ പുതിയ നോവൽ ആരംഭിച്ചു. ചെകുത്താനെ സ്നേഹിച്ച മാലാഖ. നല്ല പ്രതികരണമാണ് വായനക്കാരിൽ ഉളവാക്കുന്നത്. അടുത്ത ലക്കം എഴുതേണ്ടത് ചെകുത്താൻ യാദൃച്ഛികമായി മാലാഖയെ കാണുന്ന അധ്യായമാണ്. ഇതുപോലൊരു യാത്രയിലാണ് ആ മാലാഖ ചെകുത്താന്റെ കണ്ണുകളിൽ ഉടക്കുന്നത്. മെയ് മാസപ്പൂക്കൾ പട്ടുവിരിച്ച മഞ്ഞ പരവധാനിയിലൂടെ മന്ദം മന്ദം നടന്നു വരുന്ന അവളുടെ നനുത്ത പാദങ്ങൾ, ഇളം കാറ്റിൽ പാറിപ്പറക്കുന്ന മുടിയിഴകൾ, മാനത്ത് വിരിയുന്ന നക്ഷത്രങ്ങളെ പോലെ അവളുടെ പേടമാൻ മിഴികൾ, ചിരിക്കുമ്പോൾ മുത്തുമണികൾ പൊഴിയും പോലെ, അരയന്നത്തെ പോലെ കൂട്ടുകാരികളോടൊപ്പം നടന്നു വരുന്ന മാലാഖ. അങ്ങാടിത്തീറ്റ തന്നെ വേണല്ലേ? നിർത്തണുണ്ട് ഞാൻ ഈ കണ്ണിക്കണ്ട പൊടിയൊക്കെ കലക്കി തരല്. ഒന്നിങ്ങോട്ട് വരിക. ആ കഥകളി ഒന്ന് കാണാനാ. എന്താ കഥ? നരകാസുരവധോ കീചകവധോ. വരാനല്ലേ പറഞ്ഞത്? ഓയൂർ കൊച്ചുഗോവിന്ദൻ പിള്ളയും കലാമണ്ഡലം കൃഷ്ണൻ നായരും അല്ലേ? എന്തിനാ കുട്ടി വെറുതെ എങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചാ. ഓ, എന്തിനാ പൈസ ഇല്ലാതെ വന്നെന്നാ ചോദിച്ചത്. പൈസ എന്തിനത്? ആനവാലിന്. ഓ, ആനവാല് കള്ളക്കടത്താണല്ലേ? 10ാം ക്ലാസ് പരീക്ഷ ജയിക്കാൻ ആനവാല് കൊണ്ട് മോതിരം കെട്ടിത്തരാന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു. 25 റുപ്യ ഉള്ളൂ ഇത്രേ. ആ, അതേതായാലും നന്നായി. ഇനി പഠിക്കണ്ടല്ലോ. ആനവാലുള്ളത് കൊണ്ട് 10ാം തരം കുശാലായി. ഇത്രയും നിറച്ച ആനവാലുള്ളത് കൊണ്ടാണല്ലോ ഇക്കണ്ട ആനയൊക്കെ 10ാം തരം പാസ്സായി നിൽക്കുന്നത്. പാപ്പാമാര് വേറെയും പൊയ്ക്കോണെ എവിടെന്ന്. ഇനി മേലെ ഈ ഭാഗത്ത് കണ്ടുവരുത്. ഒരു സാധു ജന്തുവിന് ദൈവം കൊടുത്തൊരു വാല്, അതിലൊരു 4 രോമം, അതുപോലും വെറുതെ വിടില്ലല്ലോ ഗോവിന്ദൻ. ഞാൻ ആനവാളൊന്നും പറിച്ചു വിട്ടിട്ടില്ല. ഇതിപ്പോ ആരോടാ ചോദിക്കാ? ആനയോട് ചോദിക്കാൻ പറ്റുമോ? വാല് പറയിലായതുകൊണ്ട് അത് അറിയണ്ടാവില്ല പാവം. കോലോത്ത ആനക്ക് മാത്രം വാല് തലയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ലോ ദൈവതമ്പുരാനെ. അത് ഇരുന്നിടത്ത് ഇരിക്കാൻ സമ്മതിച്ചാ മതിയേ. കൃഷ്ണൻ ഒരു കാര്യം ചെയ്യും. എന്തിന് കണക്ക് എഴുതി വെക്കുന്ന ആളല്ലേ? ചെന്ന് ആനയുടെ വാലെടുത്ത് അതിൽ നേരത്തെ പറഞ്ഞ രോമം എത്ര ഉണ്ടെന്ന് എഴുതി വെക്ക്. പിന്നെ രോമം എന്ന് എഴുതുമ്പോ രേമം എന്നായി പോകരുത്. അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളായിട്ട് പറഞ്ഞതാ. പിന്നെ ദിവസം രാവിലെയും വൈകിട്ടും രാത്രി എണ്ണി തിട്ടപ്പെടുത്താലോ. കൃഷ്ണൻ ഉറക്കവും കിട്ടും, ഗോവിന്ദന് പേരുദോഷം മാറി കിട്ടും. അത് മാറണമെങ്കിൽ തെക്കോട്ട് എടുക്കണം. കാറ്റ് പോയാൽ അന്നൊരു ദിവസം എല്ലാരും പറയും അയ്യോ പാവന്ന്. നല്ലത് പറയും. ഇയാളുടെ കാര്യത്തിൽ അതും ഉണ്ടാവില്ല. ഉണ്ടാപ്രാണികളുടെ പ്രാക്കുണ്ടാവുകയെ. ഓ, ഇയാൾ ഈ കോലോത്ത് തന്നെ നിന്ന് പോയത് നന്നായി. വല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി ആവുകയായിരുന്നെങ്കിൽ ഇന്ത്യയിലെ പാപ്പാമാരുടെ സ്ഥിതി എന്തായിരുന്നു? പറഞ്ഞു ചക്കര എന്തേ അഭിപ്രായമൊന്നുമില്ലേ? കൊറേ നേരം ആയല്ലോ കാശിന്റെ കണക്കൂട്ടാൻ തുടങ്ങിയിട്ട്. ഈ കാശിന് മുഴുവൻ ഫുള്ള് വാങ്ങിയാൽ എന്ന് അടിച്ചു തീർക്കാൻ പറ്റും ആലോചിക്കായിരുന്നു. അതെ, ഇത് മണ്ണിൽ അധ്വാനിച്ചുണ്ടാക്കിയ കാശാ. നിനക്ക് വെള്ളം അടിച്ച് വാള് വെച്ച് തീർക്കാനുള്ള മുതലല്ല. സൂക്ഷിച്ചു പിടിക്കണ പൊട്ട. വല്ല കള്ളന്മാരെ അടിച്ചോണ്ട് പോയണ്ടല്ലോ. എന്റെ കയ്യിൽ നിന്ന് കാശടിച്ച് മാറ്റാൻ പറ്റിയ ഒരു കള്ളനും ഇന്ന് ഇന്ത്യയിലില്ല. എണ്ണം വീണ്ടും തെറ്റിയത് എത്ര പ്രാവശ്യം. നായിന്റെ മോനെ കഴുതേ ആളെന്തര നോക്കാനാടാ എറിഞ്ഞു തൂറണത്? വെറുതെയാണോ നിന്നെ പോത്തേ പോത്തേ എന്ന് വിളിക്കുന്നത്? എന്താ പോത്തുകൾ തമ്മിലൊരു ശൃംഗാരം? വെറുതെ തൂറി നാശാക്കിയെന്ന്. എന്നാ പിന്നെ ആ പൈപ്പിന്റെ ചോട്ടി പോയി കഴിക്കൂടെ? ഓ, അത് ബുദ്ധി. അതെ, ഈ ബാഗ് ഒന്ന് പിടിക്കൂ. താങ്ക്സ്. താങ്ക്സ് ഞാനല്ലേ പറയണ്ടേ? താങ്ക് യു, താങ്ക് യു. സൂക്ഷിച്ചോളണ ബാഗിനകത്ത്. കള്ളൻ കള്ളൻ കള്ളൻ! എന്നെ ബാഗ് തന്നിട്ട് പോകാൻ നിക്കട അവിടെ. എന്റെ ജീവനാണ് ആ ബാഗ്. അതിനെന്തെങ്കിലും സംഭവിച്ച നിന്നെ ഞാൻ പിടില്ലടാ. അനങ്ങിപ്പോ വീശിക്കളി ഞാൻ. ഒരു സോഡ. വടിവേലുവിനോട് അവന്റെ കളി. നീ ആര്? ജാക്കി ചാന? മേലാണെങ്കിൽ പണിയെടുത്ത് പരിചയമില്ലാത്ത നീ എങ്ങനെയാടാ കരാട്ടെ പഠിച്ചത്? കരാട്ടെ?
എടാ എന്റെ പൈന്റ് ഉപ്പ് ഈ ബാഗിനകത്തായിരുന്നു. കാശ് പോയാൽ ഞാൻ സഹിക്കും. പക്ഷെ 1-ാം തീയതി ആയിട്ട് ഈ പൈന്റ് ഉപ്പ് എങ്ങാനും പൊട്ടിയിരുന്നെങ്കിൽ ആ ശവത്തിനെ ഇന്ന് കൊന്നേനെ ഞാൻ. നിന്റെ കയ്യിലിരിക്കുന്ന ഈ ബാഗ് ഈ ഉള്ളം കൈയിലേക്ക് വെച്ചില്ലെങ്കിൽ നിന്റെ ശരീരത്തിലെ ഓരോ കച്ചേരികളും ഇവന്മാര് തല്ലി ഓടിക്കും. ഒന്നിച്ചിറങ്ങിയതായിരുന്നല്ലേ കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ. സെൻട്രൽ ജയിൽ വെച്ച് ഇവന്മാരുടെ നടുപിടിച്ച് പിരുത്തല്ലേ? മനസ്സിലായില്ല? എല്ലാവരും വടിയും കുത്തിപ്പിടിച്ച് നിൽക്കുന്നു. അല്ലേ? എന്റെ പേര് നിനക്കറിയാം? എനിക്കറിയില്ല. വല്ല വലിയ പേരായി. ഞാൻ വടിവേലു. ഞാൻ വിചാരിച്ചാൽ നിങ്ങളെ ഒറ്റയടിക്ക് കൊന്ന് തള്ളാൻ പറ്റും. പക്ഷെ ഉയിര് പോയാലും ഞാൻ വിചാരിക്കില്ലടാ കുട്ടാ. ഇനി എന്റെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നോക്കേണ്ടത് നിന്റെ കടമയാണ്. அருமையார்ந்த ஜெயிலு மக்களே, சிலம்பாட்டம் ஆரம்பிக்கலாம். சந்தேகம் வேண்டாம், நான் இங்கே இருக்கும். டைம் எடுத்து பண்ணுங்க. பணம் தூக்கிட்டு வா. ബാഗ് നിന്റെ കയ്യിരിക്കട്ടെ, ഞാൻ ജസ്റ്റ് ഒന്ന് വിശ്രമിക്കാം. ஏய் சும்மா சுத்தி சுத்தி விளையாடாம ஆட்டியடா. ഞാൻ പോയി ഒരു ടീ സാപ്പിട്ട് പറയാൻ. എഴുന്നേക്കടാ, എഴുന്നേക്കടാ. ഇവനെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കടാ. അയ്യോ, നിങ്ങൾ വേണമെങ്കിൽ രണ്ടിടി കൂടുതൽ ഇടിച്ചോ, എന്നാൽ എന്നെ പോലീസിൽ ഏൽപ്പിക്കരുത്. മോഷണ കലയിൽ വീഴ്ച വരുത്തിയ കുറ്റത്തിന് അവർ പിടിച്ചിട്ട് ഉരുട്ടും. പോലീസ് ഞങ്ങളും തമ്മിൽ 50-50 ഡീലിങ്സാ. ആണോ? இவன் இந்த மாதிரி பல தடவை நம்ம எல்லார் காசும் திருடிட்டு போயிருக்கான். ஆனா இந்த தடவை விடக்கூடாது. இவனை பிடிச்சு விசாரணை பண்ணி ஆகணும் പഞ്ചായത്തിൽ നിർത്തി. അയ്യോ, എന്നെ വെറുതെ വിടണം. എനിക്ക് പോര പറഞ്ഞിരിക്കുന്ന ഒരു പെങ്ങളുണ്ട്. കാണാൻ കൊള്ളാവുന്നതാണെങ്കിൽ അവളെ ഞാൻ കെട്ടിക്കൊള്ളാടാ. നിന്റെ കരിനാക്കൊണ്ടൊന്നും പറയണ്ട. ഗുളികൻ എപ്പോഴാ വരുന്നതെന്ന് അറിഞ്ഞൂടാ, ബലിക്കും. അതെ, ഇവനൊരു ചാക്കി കെട്ടിയ വണ്ടിയിലോട്ടിട. அண்ணா, அந்த திருடன் தப்பிச்சோடுற, அவனை விடக்கூடாது. குடிங்கண்ணா. എടാ പൊട്ടാ, കള്ളം ചാടി പോയിത്. കള്ളച്ചാരം പിടിക്കല്ലേ? എന്റെ ആശാനെ ആശാൻ വിചാരിക്കുമ്പോൾ അവിടെ ഒരു അടിയും പിടിയൊന്നും ഉണ്ടായില്ല. ജിമ്മിച്ചൻ ആളെ ഒന്ന് വരട്ടി ആള് വരണ്ടു, കുട്ടികളെ തുറന്നു വിടുകയും ചെയ്തു. അതിന് ആശാൻ ഇങ്ങനെ ചായ പോലും കുടിക്കാതിരുന്നാൽ എങ്ങനെ? ഇതങ്ങോട്ട് കുടിച്ചേ. ഇതിനാരാ തുറന്നു വിട്ടെ? നിക്കടാ റോക്കി, വാ. മര്യാദയ്ക്ക് നീ അടങ്ങിക്കിടടാ. ചങ്ങലയും പൊട്ടിച്ച് അവിടെ കിടന്നു. മൈക്കിളിന്റെ കേസ് കുഴപ്പമായി. ഇനി നിൽക്കണ്ട, വലിയ രക്ഷപ്പെട്ട് ആരെ കാണാനില്ല. കൂടെ ഉണ്ടായിരുന്ന ഇനി ഒറ്റ ഐഡിയ ഉള്ളൂ. നീ എന്താടാ ഓടിയത്? അല്ല സാർ, എനിക്ക് വെളിക്കിറങ്ങാൻ മുട്ടിയിട്ട് ഓടിയതാണ് സാർ. എന്ന് മുതലാടാ അണ്ടർവെയർ ഇട്ട് വെളിക്കിറങ്ങാൻ തുടങ്ങിയത്? ഓപ്പൺ പ്ലേസ് അല്ലേ സാർ, ഒരു മറയ്ക്ക് വേണ്ടി അണ്ടർവെയർ ഇട്ടതാണ്. ഇനി എന്നെ എങ്ങനെ ഇടിച്ചാൽ എനിക്ക് ജീവിതകാലത്തിലെ വെളിക്കിറങ്ങേണ്ടി വരില്ല സാർ. നീ അവിടെ സർക്കസുകാരൻ ജിമ്മി? അല്ല സാർ, ഞാൻ ശിശുവാണ്. നീ ശിശു? അപ്പൊ ജിമ്മി? ജിമ്മി നീയാണോ ജിമ്മി? അല്ല ജിമ്മി. പോകരുത്. നീയാണോ ജിമ്മി? കണ്ടാലറിയില്ല സാർ, ഇതൊരു പെണ്ണാണ്. ജിമ്മി ചിലപ്പം വേഷമാര് പെണ്ണായിട്ട് വന്ന് നിൽക്കുന്നതാണെങ്കിലോ? എനിക്കൊന്ന് പരിശോധിക്കണം. അത് കഴിഞ്ഞ് എനിക്കും. അല്ല ജിമ്മി സാർ, ഇവള് ജിമ്മിച്ചന്റെ പെങ്ങളാ. സാറന്മാരെങ്ങാനും ഇവളെ തൊട്ട് കഴിഞ്ഞാൽ ആ കൈ ജിമ്മിച്ചും വെട്ടും. അയ്യോ, കൈയില്ലെങ്കിൽ സാർ ഇങ്ങനെ കൈക്കൂലി മേടിക്കും. എന്താ സാർ പരിശോധിക്കുന്നില്ല? നന്നായി. കണ്ടാലറിഞ്ഞൂടാ അതൊരു പെണ്ണാണെന്ന്. കല്യാണം കഴിഞ്ഞതാണോ? അതെ, ജിമ്മി അവിടെ. ഞാൻ മിണ്ടും. കുറെ നേരമല്ലേ ജിമ്മി അന്വേഷിക്കണേ, എന്താ കാര്യം? ഇതങ്ങോട്ട് വായ തുറന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തത്ത പറഞ്ഞ പോലെ പറയില്ലായിരുന്നോ? അതായത് ജിമ്മിയുടെ അടി കൊണ്ട് അവശനായ ഗുണ്ട ഇന്നോ നാളെയോ ചത്തേക്കാം. ജിമ്മി ഇപ്പോ കീഴടങ്ങിയാൽ വധശ്രമത്തിന് കേസെടുക്കൂ. നാളെ ആയാൽ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യേണ്ടി വരും. അവൻ ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും പുകച്ച് പുറത്തു ചാടിക്കും. വരുമ്പോ പറഞ്ഞേക്ക്, പറക്കും മാധവൻ എന്നറിയപ്പെടുന്ന SI മാധവൻ ചന്ദ്ര പിന്നെ വന്നിരുന്നു. ജിമ്മി
മാധവൻ ചന്ദ്ര പിന്നീട് എടുത്താ നിന്റെ ഒളിച്ചു കളി. No! ഇതിന്റെ ക്രെഡിറ്റ് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. സാർ അത് മിണ്ടി പകർന്ന് ഇപ്പൊ കണ്ടോണം ഈശ്വര. ഇതുപോലെ കഴിവുള്ള രസൈ. You are under arrest. Give charge immediately. Go to the police station. സാറേ കഴിവെല്ലാം കിട്ടിയോ? Success. ഇത് പറക്കും മാധവനല്ല, പറക്കും മാധവൻ. അത് ശരി, എല്ലാവരും കൂടെ സിംഗിൾ ഡാൻസ് കളിക്കണോ സാറ്? ബിനോജ് ബിനോജ് വിനോദ് ആരടാ? ഞാനാ. നീയാണാ ഷായി? പിടിച്ചാടാ മോനെ. മോനെ വാ, ചോദിക്കട്ടെ മോനെ ബിനോജ്, നിന്നെ മോട്ടറിന് പഠിക്കാനല്ലേ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പറഞ്ഞേക്കണത്? പിന്നെ എന്തിനാടാ മോനെ നീ ആ കുഞ്ഞച്ചൻ സാറിന്റെ മോളുടെ സൂളജ് നോക്കാൻ പോണത്? മോനാ പഠിത്തം തുടരാനാണ് പ്ലാനെങ്കിൽ ഞങ്ങൾ നിനക്ക് ട്യൂഷൻ എടുക്കേണ്ടി വരും. അയ്യാ ഭീഷണിയാ, ചീനയുടെ തന്തപ്പിടി പറഞ്ഞു വിട്ടതാ. ഞങ്ങളങ്ങ് പേടിച്ചു പോയി കേട്ടോ. നമ്പർ 1 പൊക്കോട്ടെ. ഷാജി എന്നും കൈ നീട്ടി ഒന്ന് തന്നാലുണ്ടല്ല, നീ രണ്ടിനും കൂടി ഒന്നിച്ചു പോകും. ആരാടാ ഷാജി? സ്ഥലം എസ് ഐ അല്ലളിയാ, ഈ മിമിക്രിക്കാർ ജയന്റെ സൗണ്ട് എടുക്കുമ്പോൾ പറയാറുള്ളൊരു ഷാജി ഇല്ലേ? ഏത് പോർക്കട പന്നിനൊക്കെ പഠിപ്പിക്കണത്? ഷാജി എന്നുള്ള പേര് കേട്ട് അറിഞ്ഞുവിടറാ, ഗുണ്ടയിടന്ന് പറഞ്ഞു കൊറാ. കുട്ടികളെ, ഗുണ്ടകളുടെ ശാസ്ത്രീയ നാമമാണ് ഷാജി. നീ വലിയ മിമിക്രിക്കാരനാണല്ലേടാ. നീ ജയനെ കളിയാക്കുവാടാ, കളിയാക്കുവാ. ഇനി നീ ആ പെണ്ണിന്റെ പുറകെ നടക്കുവോ? മുമ്പിൽ നടക്കുവോ? അപ്പൊ ഇങ്ങനെയൊക്കെ കരാൻ നിനക്ക് അറിയാതെ അച്ചാൾക്ക്. നിങ്ങൾ കൂട്ടുകാരികളെ വേണ്ട ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട്. ഏത് പന്നിയ കോളേജിൽ കൊണ്ടുവന്ന് ഇരുമ്പ് കസേരയിട്ടേക്കണം. ആ പൊട്ടം പുഷ്പിക്കണുണ്ടല്ലോ. ഈ പൂങ്കാവനത്തിൽ പഠിക്കാൻ പറ്റാതെ നഷ്ടമായി പോയി. നമുക്കിനി കോളേജ് കൊട്ടേഷൻ പിടിച്ചാൽ മതി. ചെറിയ പിള്ളേരല്ലേ, ഒരു ത്രില്ലില്ല. ആ മാസാൻ ഇവൻ ഇതുവരെ കിട്ടിയത് മതിയായില്ലേ? ഇപ്പൊ അന്നേരം നട്ടലിന്റെ ടവർ ബോൾട്ട് എടുക്കും ഞാനൊന്ന്. ചക്ക് ദേ ഇന്ത്യ. ബോംബെ വാ. അടുക്കരുത്, അടുക്കരുത്, അടുക്കരുത് ഷായി, ഷായി. ജീവനി കൊതിയുള്ളവന്മാർ വല്ല കുണ്ടിലും പോയി ഒളിച്ചോട്ടാ. ഇതിങ്ങനെയാണ്. 2020 ലോകകപ്പിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. അനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്നും 2 തടവുപുള്ളികൾ ജയിൽ ചാടി. ജംബോ സർക്കസ് ഉടമ ഫിലിപ്പോസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശിക്ഷ അനുഭവിക്കുന്ന ജിമ്മിയും നിരവധി മോഷണ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട കുപ്രസിദ്ധ മന്ത്രവാദി സത്യതീർത്ഥനുമാണ് ജയിൽ ചാടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ജയിൽ സൂപ്രണ്ട് നീലകണ്ഠനെയും ജയിലർ എസ് ജോസഫിനെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ഞാൻ പറയുന്നു കേക്ക് സാറേ. ജയിലിൽ ചാടിയ നീ പറയുന്നത് ഞാൻ കേൾക്കണമല്ലേ? സാർ എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയാണ് അന്ന് ഞാൻ പരോളിൽ ഇറങ്ങിയത്. തെളിവുകൾ കയ്യിൽ കിട്ടിയപ്പോഴേക്കും ചതിവിലൂടെ വീണ്ടും അവരെന്നെ അകത്താക്കി. സത്യം പുറത്തു കൊണ്ടുവരണം സാർ. ഫിലിപ്പോസിന്റെ യഥാർത്ഥ കൊലയാളി ആ ജംബോ സർക്കസിലെ കാഷ്യർ കോരയാണ് സാർ. ആ സർക്കസ് കമ്പനി തട്ടിയെടുക്കാണ് അയാളുടെ ലക്ഷ്യം. അയാളുടെ മോളുടെയും ഭാര്യയുടെയും മൊഴി ഈ ടേപ്പിലുണ്ട് സാർ. സത്യസന്ധമായ തെളിവുകൾ വെച്ച് യഥാർത്ഥ കുറ്റവാളിയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പല വഴികളുമില്ല സാർ. പിന്നെ ബ്രെയിൻ മാപ്പിംഗ്, പോളിഗ്രാഫ്, നാർക്കോ അനാലിസിസ്, കന്യകത്ത പരിശോധന, ഇതൊക്കെയല്ലേ ഉദ്ദേശിച്ചത്? എടാ നമ്മള് വിചാരിച്ച പോലെ സാർ അത്ര പൊട്ടനൊന്നും അല്ല. സാർ ഇതൊക്കെ എങ്ങനെ പഠിച്ചു? അഭയ കേസിലെ സിബിഐയുടെ പ്രസ്താവനകൾ ഒരു തുടർക്കഥ പോലും ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. സാർ നമുക്ക് ഈ കോരയെ കന്യകാത്വ പരിശോധനയ്ക്ക് വിധേയനാക്കിയാലോ? നീയൊക്കെ എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചത്?
ജയിലിൽ ചാടിയ ഇവൻ തന്ന തെളിവ് വെച്ച് ഞാൻ എടുത്തങ്ങ് ചാടുന്ന മര്യാദക്ക് ചാടിയ ജയിലിലേക്ക് തിരിച്ചു ചാടുന്നതാ നിനക്ക് നല്ലത്. സാറിങ്ങനെ മനസാക്ഷി ഇല്ലാതെ പെരുമാറരുത്. നീ മിണ്ടരുത്. അടിച്ചതിന്റെ 32 പല്ലിങ്ങ താഴിടും. അപ്പൊ ഞങ്ങൾ പറയുന്നത് സാറ് വിശ്വസിക്കില്ലല്ലേ? ഇല്ല. ശിശുപാല, സെന്റ് മേരീസ് കോൺവെന്റിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സാറിന്റെ ഏകമകൾ അശ്വതിയെ തട്ടിക്കൊണ്ടു വന്നാലും നമുക്ക് സാറിനെ കൊണ്ട് നിഷ്പ്രയാസം സാധിപ്പിക്കാം. പിന്നെ അതല്ല എങ്കിൽ നാട്ടിലെ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്ന സുന്ദരിയായ സാറിന്റെ ഏക ഭാര്യ മാലതി ടീച്ചറെ തട്ടിക്കൊണ്ടു വന്നാൽ നിങ്ങൾ എന്തിനാവശ്യമില്ലാത്തൊക്കെ തട്ടിക്കൊണ്ടുവരുന്നത്? അല്ലാതെ തന്നെ സഹായിക്കുമല്ലോ. കുടിക്കാരെന്തെങ്കിലും? കുടിക്കാനല്ല, കുടുക്കാനുള്ള മാർഗമാണ് വേണ്ടത്. ഈ കേസ് സാർ ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കണം. പോലീസിലെ ഒറ്റയാനായിട്ട് സാർ മാറണം. ഡിപ്പാർട്ട്മെന്റിന്റെ മാറ്റത്തിന്റെ കൊടുങ്കാറ്റായി സാർ അഞ്ഞു വീശണം. പത്രക്കാരും ടിവിക്കാരും സാറിന്റെ പേര് വനോളം പാടി പുകഴ്ത്തണം. CA ആയി, DYSP ആയി, SP ആയി, DIG ആയി, IG ആയി. മതി. ഇതിൽ കൂടുതൽ പ്രൊമോഷൻ താങ്ങാനുള്ള വിദ്യാഭ്യാസം എനിക്കില്ല. കഷ്ടം. പിന്നൊരു കാര്യം, ജയിൽ ചാടിയ താനിപ്പോൾ പുറത്തിറങ്ങുന്നത് അപകടമാണ്. ഈ വീട് സ്വന്തം വീട് പോലെ കരുതണം. ജയിൽ ചാട്ടക്കാർ കൊളിക്കാൻ പോലീസിന്റെ വീട് ഏറെ സുരക്ഷിതം. ഞാൻ പോകുന്നു ഫിലിപ്പോസിന്റെ കൊലയാളി കോരയെ അറസ്റ്റ് ചെയ്യാൻ. ശിശുവല, നീ കൃഷ്ണേട്ടനും ആൻസി എല്ലാരും കൂടി നേരെ തമ്മിലോട്ട് ചെല്ല്. ഫിലിപ്പോസിനെ കൊന്ന കുറ്റത്തിന് കോരയെ അറസ്റ്റ് ചെയ്യുന്നത് അവരൊന്ന് കൺകുടുക്കി കാണിട്ടില്ല. ചെല്ല്. ഇന്ന് കടൽ ബന്ധായിരിക്കും അല്ലേ? കപ്പലെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നു. കപ്പലല്ലടാ, മത്സ്യബന്ധന നൗക. അപ്പൊ മലയാളത്തിൽ എന്ത് പറയും? ബോട്ട്. അതെ, ഇവിടെ കണ്ണൻ ഫ്രാങ്ക് എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അയാളെ ചെന്ന് കാണാനാ വക്കീല് പറഞ്ഞത്. ഇവിടെ ചോദിക്കാം. അതെ ചേട്ടാ, ഈ കണ്ണൻ ഫ്രാങ്ക് എന്ന് പറയുന്ന ആളെവിടെയുണ്ട്? അവിടെ നോക്കിയാ മതി. നല്ല പട്ടചാരായത്തിന്റെ മണം വരും. അതും പിടിച്ചങ്ങ് പോയാ നേരെ കണ്ണൻ ഫ്രാങ്കിന്റെ അടുത്തെത്താം. ചിരിക്കും. ഇപ്പൊ കണ്ണൻ സ്രാങ്കിന്റെ പേര് കേട്ടാ ഏതവനൊന്ന് ചിരിക്കും. പണ്ട് കാലത്ത് ഈ സ്രാങ്കിനെ കണ്ട ശിവന്മാരെയൊക്കെ പെടുക്കുമായിരുന്നു. ദേ ഇപ്പോഴും ഏത് കൊല കമ്പനിയും പെടുക്കും. സ്രാങ്കിനെ കണ്ട് പേടിച്ചിട്ടാ? അവന്മാർക്ക് പെടുക്കാൻ മുട്ടുമ്പോ വിരുന്നുകാര് വന്നേ 2 മിനിറ്റ് സ്പെഷ്യലി ദിങ്ങടുക്കി ഇനി ഓരോന്ന് പിടിപ്പിച്ചിട്ടാവല്ലേ? അതെ. അയ്യോ പക്ഷെ ഞങ്ങൾക്കൊന്നും പതിവില്ല. അങ്ങനെ പറയാൻ പറ്റൂല. ആണുങ്ങൾ തമ്മിൽ കൈ കോർക്കുമ്പോ ഓരോന്ന് പിടിപ്പിക്കണം. അതും ദിദി പോലത്തെ സ്പെഷ്യൽ വെട്ടിരുമ്പ്. ദിദിലൊക്കെയല്ലേ ഓരോരുത്തരുടെ കരുത്ത് വെളിവാവണത്. പക്ഷെ പിടി പൂക്കൾ സത്യവാ പിടി ഒറ്റ വലി, അതാണ് ഉത്തമം. നത്തിങ് റിയലി ഗുഡ്. ഞാൻ എന്റെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു. അയ്യോ, സ്രാവ് കടിച്ച പോലെ കിടക്കുന്നത്. അയ്യോ ചിരിക്കല്ലേ. ഇത് കഴിച്ചു ചിരിച്ചാ പിന്നെ ചിരി നിർത്താൻ പറ്റൂല. ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് വരും, എന്നാ ഫുൾ സ്റ്റോപ്പിൽ നിന്ന് ഫുള്ള് വരുമോ? പോട്ടെ, ഒരു പൈന്റെങ്കിലും വരുമോ? നമ്മളെങ്ങോട്ടാ പോണത്? എങ്ങനെയുണ്ട് താക്കോല്? നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. അതെ, എന്നെ ഹഠാതെ ആകർഷിച്ചു. ഓഹോ, ഇവിടെ മാഷ് ഇവിടെ കിടക്ക്. ഞാൻ നേരെ പറയാന്ന് വിളിക്കുമ്പോ വിളിക്കാം. നമോവാകാം. ആയിക്കോട്ടെ. കോബ്രയെന്ന് പറഞ്ഞിട്ട് ഒരുതരം ഊച്ചാളി കുട്ടപ്പാമ്പിനെ പോലെ ഉണ്ടല്ലോ. കാപ്പിയുണ്ടോ? എന്നാ കടുപ്പത്തിൽ 2 ചായ എടുക്കും. കടിയുണ്ടോ? എന്നാ നിന്റെ കരിക്കുന്നോർത്ത് ശരിക്കും മാന്തിയിട്ട് ആ കൈയൊക്കെ വൃത്തിയായി കൈയിട്ട് 2 ചായ എടുക്കും. ഞങ്ങളെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഈ കോബ്ര എന്ന് പറയുന്ന കോബ്ര അല്ല, ഗോബ്ര. ഞങ്ങൾ 2 പേരുടെയും പേരിന്റെ ആദ്യാക്ഷരങ്ങളാണ് ഗോയും ബ്രായും. ഇത് ഗോപാലൻ, ഞാൻ ബ്രാലൻ. ബ്രാലനാ? അതെന്ത് പേര്? ശരിക്കും പേര് ബാലൻ, ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി ബ്രാലൻ. വ്യത്യസ്തനാം ഒരു ബ്രാലൻ. ഞങ്ങൾ യഥാർത്ഥ കോബ്രാസിന്റെ
സെക്യൂരിറ്റീസ് ആൻഡ് PRS. Sit down. ഈ കോബ്രാസിന് സ്വയം പൊങ്ങച്ചം പറയുന്നത് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് അവർ ഞങ്ങൾക്ക് ശമ്പളം തന്ന് ഞങ്ങൾ കൊണ്ട് പറയിപ്പിക്കും. ഓ, പണ്ട് പുത്തൂരം വീട്ടുകാരെ പറ്റി പാണൻ പാടി നടന്ന പോലെ. എക്സാക്ട്ലി. പാണൻ ഓലക്കുടയും ചൂടും നടന്നു പറയും, ഞങ്ങൾ AC-ക്കാരെ കിടന്ന് പറന്ന് പറയും. അതിനുവേണ്ടി മാത്രമാണ് 90 ലക്ഷം രൂപ വിലയുള്ള ഈ കാർ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. റോഡ് ടാക്സും ഇൻഷുറൻസും വേറെ. നിങ്ങൾക്ക് ഇത്ര വലിയ AC-ക്കാർ ആണെങ്കിൽ കോബ്രകൾ എന്തായിരിക്കും? ഏയ്, കോബ്രകൾ AC-ക്കാർ യാത്ര ചെയ്യാറില്ല, ഛർദിക്കും. എളിമ കൊണ്ടാ, ഓടുകഥ എളിമ കൊണ്ട്. എന്തൊരു കഥാപ്രസംഗോ സിമ്പിൾ അടിച്ച് കളിക്കാനായിട്ട്. പെട്ടെന്നുള്ള ഒരു ആവേശത്തില് അങ്ങനെ ഇപ്പൊ ആവേശിക്കണ്ട കേട്ടാ. ദൈവമേ, എന്റെ തൊണ്ടയിലും കയറിയില്ല സാംബശിവൻ. അതൊന്നും സാരമില്ലെന്നേ, കേൾക്കാൻ നല്ല രസമുണ്ട് ഇല്ലേ? ഗോപുരമൻ കഥ പറയേ. പറയേ, കേൾക്കാൻ നല്ല സ്റ്റൈലുണ്ട്, പറ. ശരിയാ, എന്റെ ഉള്ളിലൊരു കലാകാരൻ ഉറങ്ങിക്കിടപ്പെടുന്നു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്താ? എന്റെ വയറ്റിൽ നിന്ന് ഇടക്കിടക്ക് കൂർക്കം വലിക്കുന്ന പോലത്തെ ഒരു സ്വരം പുറത്തേക്ക് വരും. അയ്യേ, അത് ഗ്യാസ്. അതിന് കിടക്കുന്നതിന് സംസാരം. സാറേ പറ സാറേ. ഓക്കെ അതാ അങ്ങോട്ടേക്ക് നോക്കൂ. ഹലോ, ഇവിടെ ഇങ്ങോട്ട് നോക്കണം. കഥാപ്രസംഗത്തിൽ അങ്ങോട്ടെന്ന് വെച്ചാൽ ഇങ്ങോട്ടെന്ന് അർത്ഥം അല്ലേ? താങ്ക് യു. ഇതാണ് നയന മനോഹരമായ ദില്ലി പട്ടണം. ഇവിടെയാണ് കോബ്രകളുടെ മുഖം നാം ആദ്യമായിട്ട് കാണുന്നത്. കോബ്രകൾ കോള്ള സ്ഥലത്തല്ലേ താമസിക്കുള്ളൂ. അതിന് ഡൽഹിയിൽ എവിടെയാണ് കോ? ഡൽഹിയിൽ കോയിലെന്ന് ആര് പറഞ്ഞു? ഡൽഹിക്കുമുണ്ടെടുക്കോ. അതാണ് ഡൽഹിയുടെ ഹൃദയഭാഗത്ത് കിടക്കുന്ന പ്രകൃതി രമണീയത തലം കെട്ടി കിടക്കുന്ന കോണാട്ട് പ്ലേസ്. അത് കോണാട്ട് പ്ലേസ് അല്ല, കൊണാട്ട് പ്ലേസാ. എടാ ബുജി, ഈ കൊണാട്ടിലെ കായുടെ മുന്നിൽ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്ന സാധനത്തിന് കുറച്ച് നീളം കൂടി പോയെന്നല്ലേ ഉള്ളൂ. നീ അങ്ങ് ക്ഷമിച്ചേളാ. നീ പറ. അതെ, കോണാട്ട് പ്ലേസ്. അങ്ങനെയുള്ള കോണാട്ട് പ്ലേസിലേക്ക് നിങ്ങൾ ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. വരൂ, നമുക്കൊരു സവാരി പോവാം. വരൂ. അയ്യോ, ഞാൻ മണില്ല, എനിക്ക് സ്കൂളിൽ പോണം. മുട്ടയെന്ന് വിരിഞ്ഞില്ല. നീ കണ്ടിന്യൂ. കോണാട്ട് പ്ലേസ്. അന്നവർ കോണാട്ട് ബ്രദേഴ്സ് ആയിരുന്നു. നഗരത്തിന്റെ തന്ത്രങ്ങളും മന്ത്രങ്ങളും അറിയാവുന്ന കോണാട്ട് ബ്രദേഴ്സ്. കോബ്ര. അയ്യോ, എന്നെ കൊല്ലാൻ വന്നേ. അയ്യോ, അമ്മേ, അയ്യോ, എന്നെ പങ്കായ കുരിശിമ കേട്ടില്ലേ? അയ്യോ, എന്നെ കൊന്ന് കടലിൽ താക്കരുത്. നിന്നെ കടലിൽ താത്തിയാ ഞങ്ങളെ പോലീസ് പിടിക്കും. കൊലപാതക കേസനല്ല, കടലിൽ വിഷം കലക്കി. ശരിയാ, ഈ സാധനത്തിന് വെള്ളത്തിലിട്ടാലേ സകല മീനുകളും ചത്തു പൊങ്ങും. നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്? അത് എന്റെ ജോലി കളഞ്ഞ കൊച്ച, അതിന് പകരം കിട്ടിയതാ. അതിന്റെ മാഷെ, എന്റെ മാനം കളയല്ലേ. ഇപ്പൊ മാനം. ഇനി എന്റെ കൺമുന്നി വന്ന് വിട്ടാ നിന്റെ ജീവൻ പോവും. ആണുങ്ങളും വില കളഞ്ഞു. ഈ പച്ചച്ചക്ക ആരെങ്കിലും തിന്നുവോ? സുഖചികിത്സ അല്ലേ? അമ്മ പറഞ്ഞു ആനയ്ക്ക് ആഹാരം കൊടുത്താൽ പുണ്യം ഉണ്ടാവും. പാപ്പാന് കൊടുത്താൽ അതേ പുണ്യുണ്ട്. ചിലപ്പോ ഇത്തിരി കൂടും, പ്രത്യേകിച്ച് പെൺകുട്ടികളാവുമ്പോ. ഇത് ആനയ്ക്കാ. ഞാൻ തിന്നാലും ആന തിന്നാലും കണക്കാണ്. കേട്ടിട്ടില്ലേ? ഇരുമയാണെന്നാലും ഞങ്ങളൊറ്റ വയറല്ലേ നീയല്ലേ ആനയല്ലേ. ഇവിടെ വന്നപ്പോ മുതല് എനിക്കൊരു ആഗ്രഹമുണ്ട്. ചെറുപ്രായമല്ലേ, അതൊക്കെ കാണും. ഏതാഗ്രഹം ഗോവിന്ദേട്ടനോട് പറഞ്ഞോളൂ. ആദ്യൊരു മടിയുണ്ടാവും, പിന്നെ അത് ശീലമായിക്കുള്ളൂ. പറഞ്ഞോളൂ. ആന പുറത്തൊന്ന് കേറിയാലോ? അതും നല്ലൊരു ആലോചനയാണ്. കേറാൻ പറ്റുമോ? പിന്നെന്താ, ആന അതിനുള്ളതല്ലേ. 101 റുപ്യ ദക്ഷിണ വെക്കുക. ആന ദൈവങ്ങൾക്കുള്ളതാ. എന്നിട്ടാണ് കേറുക. 101 റുപ്യ ഒന്നായിട്ട് വേണ്ട, മാസപ്പടി കിട്ടുമ്പോ ഗഡുക്കളായിട്ട് തന്നാ മതി. പിന്നൊരു കാര്യം, അടുക്കളയിൽ ഗോവിന്ദേട്ടന് ഭക്ഷണം തരുമ്പോ ആനക്കെടുപ്പത് ചോറും ആനക്കെടുപ്പത് പുട്ടും കറിയും ഒക്കെ തരിക. അങ്ങനെയാണ് ഇവിടത്തെ മറ്റുള്ള പണിക്കാരത്തികള്. ആ ജാനുമർ ചന്തിമിലേക്ക് നോക്കിയേ, ജീ കനത്തിലാ തയമ്പ്. ആനപ്പുറത്ത് കയറിയേ, ചോദിച്ചാൽ അവര് സമ്മതിച്ചരുമില്ല. അത് ഈ സംഗതിയുടെ ഒരു രഹസ്യ. നീ ആരോട് പറയണ്ട, പ്രത്യേകിച്ച് നമ്മുടെ കൃഷ്ണൻ ഹെഡ് മാസ്റ്റർ അറിയണ്ട. അയാൾ ഇവിടെ ഒന്നും കാണില്ല. ആ തഞ്ചം നോക്കി വന്നതാ. അയാൾ അങ്ങനെ ഒരാളാ. ചിലപ്പോ കാണും, ചിലപ്പോ കാണില്ല. ചില നേരത്ത് അങ്ങനെ ഒരാളുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാ. പഴയ കോവിലകല്ലേ, അങ്ങനെ ചില ദുരാത്മാക്കള് കാണും. ഇതൊരു ഗ്യാപ്പാ. ബാ കേറിക്കോ, ബാ.
പേടിക്കട്ടെ, കേറിക്കോളൂ. 101 രൂപ മനസ്സിൽ ഉറപ്പിച്ച് 1-ാം പാപ്പനെ മനസ്സിലോർത്ത് 2-ാം പാപ്പനെ മനസ്സിൽ വെറുത്ത് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച് കണ്ണുകൾ തുറന്ന് കാഴ്ചകൾ കണ്ടോളൂ. അങ്ങനെ ഇനി ഞാൻ ഇറങ്ങിക്കോട്ടെ. ഇപ്പൊ ഒരു സുഖമില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ ആനസുഖം. തോന്നിയ സൈക്കാട്ടെ. എന്താ ഈശ്വര? എനിക്കറിയില്ല. അയ്യോ, എന്തവത്തായി കാണിച്ചേ? കോവിലകത്ത് ഇപ്പൊ ആനപ്പുറത്ത് ആളെ കയറ്റി സർവീസ് നടത്തുകയാണോ കുട്ടിയാരെ? പാവം കുട്ടിയാ. പാവങ്ങളൊക്കെ ഇപ്പൊ ആനപ്പുറത്താണോ? അതറിയാതെ എങ്ങനെയോ വന്ന് ആനപ്പുറത്ത് അകപ്പെട്ടതായിരുന്നു. ആനപ്പുറത്ത് അകപ്പെടുകയോ? ഇങ്ങനിറങ്ങേ. മോളിവിടെ ഇരിക്കും, ഞാനിപ്പോ വരാം. അയ്യോ, എന്നൊന്നും ചെയ്യരുത്, ഞാൻ പാവമാണ്. നീ പാവമായതുകൊണ്ടല്ലേ എന്നെ ഇവിടെ കുടിപ്പിച്ച് കിടത്തത്. തോട്ടപ്പിള്ളിക്കാര് കുടിപ്പിച്ച് കിടത്താൻ പറഞ്ഞ കുടിപ്പിച്ച് കിടത്തണം, അല്ലെങ്കിൽ അവരെന്നെ കുളിപ്പിച്ച് കിടത്തും. അവരെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ, അല്ലാണ്ട് എനിക്ക് ആ പാവം കൊച്ചിനോട് ഒരു വിരോധമില്ല. തനിക്കറിയാമോ, ഞാൻ തോട്ടപ്പിള്ളിയിലല്ല, ആറാണിമുട്ടത്തെയാ. ശിവശങ്കരന്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു. ശിവശങ്കരൻ ജയിലിൽ പോയപ്പോ എന്റെ റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും തോട്ടപ്പിള്ളിക്കാര് തല്ലി ഓടിച്ചു. കൂട്ടത്തിൽ 2 ലെഗ്സും. അവരോടൊപ്പം കൂടാതെ വേറെ നിവൃത്തിയില്ല. ഇപ്പൊ എന്ത് വൃത്തിയോട് പറഞ്ഞാലും ചെയ്യണം, ഇല്ലെങ്കിൽ അവന്മാരെന്നെ തല്ലിക്കൊല്ലും. കേറിക്കോ. ഇത്രയും കഷ്ടപ്പെട്ട് ഒളിഞ്ഞു നോക്കാൻ എന്തായിരുന്നു അവിടെ കാഴ്ച? ഒരു കുളിസീൻ. പിന്നെ കുളിയേ? ദൈവമേ, കുളി കഴിഞ്ഞ് പോയിക്കാണോ? ഏയ്, അയ്യോ, അമ്മേ. பயந்து கண்ணு பொத்தாது பாப்பா. இந்த ராஜா கண்ணு நல்லவனுக்கு நல்லவன், கெட்டவனுக்கு கெட்டவன். வேஷ்டி கட்டுங்கய்யா, வேஷ்டி. முன்னாடி சொல்ல வேண்டா, அருவி கட்டம் குண்டம். பார்த்து நிக்காம எல்லா தூக்கி வெளியே போடுறா. ഞങ്ങൾക്ക് കുറച്ച് സാവകാശം കൂടി. சொன்ன டேட் எல்லாமே முடிஞ்சு போச்சு, இனி ஒன்னு சொல்ல வேண்டாம். போடா வாட்டி, தூக்கு வெளியே படுறா. சரி முடியடா. ഞാൻ കേറി ഊറ്റാടാ. ഏടാ നമ്മുടെ അപ്പനെ ജപ്തി ചെയ്തോണ്ട് പോണു. ഇവിടെ കിടന്ന് പഴുക്കട്ടെ, നമുക്ക് ജ്യൂസ് അടിക്കാം. എന്നെ കൊല്ലല്ലേ അനിയന്മാരെ. എടാ പന്നി,
മക്കളെ അവൻ മലയാളീസാണ്, ഒന്നുകൂടെ പിഴിയടാ അവനെ. വേണ്ട വേണ്ട വേണ്ട. കുട്ടിശങ്കരൻ എത്തിയോ? അച്ചാറാന്ന് നിർത്തിയിരുന്ന മാങ്ങയാ, അതൊക്കെ പൊട്ടിച്ചു അല്ലേ? ഇതാ കാശും കണക്കും. കാശും കണക്കൊക്കെ പിന്നെ നോക്കാം. ആദ്യം കുട്ടിശങ്കരൻ ഒന്ന് കാണട്ടെ. നോട്ടപ്പശക് വല്ലതും പറ്റിയിട്ടുണ്ടോ അറിയണമല്ലോ. കുട്ടിശങ്കരന്റെ കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും നോട്ടപ്പശക്ക് പറ്റും തോന്നുന്നുണ്ടോ കൃഷ്ണന്? തോന്നൂലോ, മുമ്പ് പറ്റിയിട്ടുണ്ടല്ലോ. കുട്ടിശങ്കര എങ്ങനെയുണ്ട്? ഉത്സവമൊക്കെ കേമായോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ആനക്ക് സുഖചികിത്സ തുടങ്ങാന്ന് പറയായിരുന്നു കുട്ടിയായിര്. ആയിക്കോട്ടെ, കഴിഞ്ഞ വർഷത്തെ പോലെ സുഖചികിത്സ കുട്ടിയാർക്കാവരുത്, ആനയ്ക്ക് തന്നെ ആവണം. കുട്ടിശങ്കര, പാപ്പനാണെന്നുള്ള വിചാരം ഗോവിന്ദനില്ലെങ്കിലും ആനയാണെന്നുള്ള വിചാരം നിനക്കുണ്ടാവണം കേട്ടോ. നീ ആ കാശും കണക്കൊക്കെ എടുത്ത് വന്നോളൂ. കൊല്ലങ്കോട് ഉത്സവത്തിന്റെ ആനവക കണക്ക്. കോലക്കേടുത്സവത്തിന്റെ ആവക കണക്ക് ഒരു 100-150 ഉറുപ്പിക എങ്ങും തൊടാണ്ട് നിൽക്കണ്ടല്ലോ ഗോവിന്ദ. അത് വഴിച്ചെലവുണ്ടാവും. വഴിച്ചെലവ് വേറെ ഉണ്ടല്ലോ. കൊല്ലങ്കോട് നിങ്ങളുടെ ഒരു വഴിയല്ലേ ഉള്ളൂ, പല വഴിക്കായിട്ട് പലതവണ വന്നിട്ടില്ലല്ലോ. പിന്നെ ഏതാ വഴിച്ചെലവ്? പാഴ്വഴിച്ചെലവ് അങ്ങനെ തന്നെ. ആ 150 ഉറുപ്പിക ഓട്ടോറിക്ഷയുടെ അതായിരിക്കും. ഓട്ടോറിക്ഷയുടെ ഒരു കണ്ണാടിയില്ലേ കുട്ടിശങ്കരൻ ഒറ്റ പിടുത്തം 500 പറഞ്ഞു 150 ഒതുക്കി. അപ്പോ ആ 150 ഗോവിന്ദന്റെ കണക്കിൽ. ഗോവിന്ദൻ പറ്റിയത് 150. ഗോവിന്ദൻ പറ്റിച്ചത് 150. ഞാൻ പറ്റിച്ചെന്നാ ഇതെന്താ എത്തന്റെ കൃഷ്ണ? എഴുതി അങ്ങനെയാണെങ്കിലും വായിക്കേണ്ട അങ്ങനെയല്ല, ഗോവിന്ദൻ പറ്റിയെന്ന് തന്നെയാ. അക്ഷരത്തെറ്റാണല്ലേ, ഞാൻ പേടിച്ചു പോയി. സഹാരല്ലടാ, ഒരു വഴിക്ക് പോയി വരണതല്ലേ അവര്, ഏതെങ്കിലും ഒരു കണക്കിലങ്ങോട്ട് എഴുതിക്കോളൂ. അല്ലെങ്കിൽ തന്നെ ഇതിപ്പോ ആരെ ബോധിപ്പിക്കാൻ? അത് ശാസ്ത്രം. അതല്ല ശാസ്ത്രം. കൊല്ലാനായാലും പോറ്റാനായാലും ഒരു കണക്കുണ്ടാവണം. വിത്തിന് കണക്കുണ്ടായാലും വിളവിന് കണക്കുണ്ടാവും. അത് ശാസ്ത്രം. അതെന്നെയാ ശാസ്ത്രം. വടിവാളായിട്ട് എനിക്ക് ചുറ്റും 8 പേരാ. അത് നിസാർക്കാരല്ല, വടക്കമ്മല എന്നുള്ള ടീം. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിയിട്ടുള്ളല്ലേ, പിന്നെന്താ? ചുറ്റും വടിവാളായിട്ട് നിൽക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ? മാത്രമല്ല, ലോറിയുടെ സ്റ്റിയറിംഗ് ഇതാ ഈ നെഞ്ചിലും. സ്റ്റിയറിംഗ് അല്ല, ഈ ലോറി തൊഴിലാളികളാണല്ലോ അധികം ഗുണ്ടകളും. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ കിടക്കായിരുന്നു. ഒരു കണക്കിന് ഞാൻ ലോറിക്ക് അടിയുന്നു, റോട്ടിൽ നിന്ന് എഴുന്നേറ്റ് നേരെ പൈപ്പിന്റെ മുട്ടി പോയിട്ട് മൂത്രം പോയ ജട്ടിയും കഴുകി നേരെ ആശുപത്രിയിലേക്ക് പോയി. ഓ ശിവനേ, ഇതെന്ത് പറ്റി ഗോപാല? എല്ലാരും തലയിലും കെട്ടാണല്ല. ജന്മദിനോ ഒന്ന് ആദരിക്കാമെന്ന് കരുതി. അറിഞ്ഞില്ലേ നിങ്ങള്, ഏതോ പരമനാറി മല്ലയുടെ ലോറിയും കെട്ടിന് പോണ വഴി നിയന്ത്രണം വിട്ട ആശാന്റെ ഹൗസിംഗ് അത് ഞങ്ങൾ അറിഞ്ഞല്ലോ. ഏതവനാണ് ലോറി കത്തതെന്ന് മല്ലയ്ക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ദമു, എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും നീ ആരെയും നോക്കണേ ശിവൻകുട്ടി? 11 കാവിലമ്മ വന്നു നോക്കിയതാ. അതിൽ പെങ്ങൾ വരുന്നുണ്ട്. അവൾക്കൊടുത്ത് ഹോസ്പിറ്റലിൽ ജോലി ശരിയായിട്ടുണ്ട്. ജോലി ശരിയാക്കി തന്നത് ആരാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? നല്ല മസലുകൾ. ഈ ജിമ്മി ക്ഷേത്രത്തിൽ സ്ഥിരമായി പോകാറുണ്ടോ? അങ്ങടെ അമർത്തി തടകണ്ട രാജാക്കണ്ണേ, നീ ഞങ്ങളുടെ അടിമയല്ലേ? ഇത് കഴിഞ്ഞിട്ട് പിറകിറാണല്ലോ. ഇനി മുതൽ ഇവന്റെ പേര് രാജാക്കണ്ണെന്നല്ല, അടിമക്കണ്ണെന്നാണ്. എടാ അടിമക്കണ്ണ, നീ എങ്ങനെയാ ഇവിടെ എത്തിയത്? അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറിയാ? അതെ, എനിക്കൊരു അമ്മാവന്റെ മകളുണ്ടായിരുന്നു. എന്റെ മുറപ്പെണ്ണ് മഹാലക്ഷ്മി. എനിക്ക് ഈ വിശപ്പിന്റെ അസുഖമുള്ള ആളാണേ. ഒരു ദിവസം അമ്മാവന്റെ വീട്ടിൽ ചെന്ന എനിക്ക് ഇച്ചിരി മീൻ കൂട്ടി ചോറിനൊന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയതാ മഹാലക്ഷ്മി ഒരു തമിഴിലോരിടിച്ച് മരിച്ച്. എന്നിട്ട് എന്ത് ചെയ്യാൻ? അമ്മാവന്റെ വീട്ടിൽ കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു, അതോട്ട് ചോറിന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ മഹാലക്ഷ്മിയുടെ മരണത്തോടു കൂടി അമ്മാവൻ തളർന്ന് കിടപ്പിലായി. അതോടെ ആ കുടുംബത്തിന്റെ ചുമതല മുഴുവൻ എന്റെ ഈ തോളിലായി. അതെനിക്കിഷ്ടമില്ല. അന്ന് രാത്രി അമ്മാവന്റെ പെട്ടിലെ കാശടിച്ച് ഞാൻ സ്ഥലം വിട്ടു. ഞാൻ തെറ്റാണോ? തെറ്റാണോ? എന്തോ എങ്ങനെയാ നമ്മുടെ തേവാത്തി? എങ്ങനെ ചുമ്മാതെ അറിയാൻ വേണ്ടി ചോദിച്ചാണ്. തേവാര മകളെ കാണാനൊക്കെ നല്ല ഭംഗിയാണ്, പക്ഷെ അവളുടെ കയ്യിലൊരു വൃത്തികെട്ട സ്വഭാവം ഉണ്ട്. വൃത്തികെട്ട സ്വഭാവം? ആരെങ്കിലും അവളെ കുളിക്കോർത്ത് കുളിഞ്ഞു നോക്കിയാ മോഹടിച്ച് പൊട്ടിക്കൊന്നേ. ഒരു ദിവസം എനിക്ക് ഇട്ടിട്ട് കിണ്ണിട്ടേ എന്റെ മറുക തെറിച്ചു പോയതാണ്. രണ്ടാമത് മുളച്ചു വന്നാണത്. ഇത് ഞാൻ ഒരു ഉണക്ക മുന്തിരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കണേണ്. എന്നൊരു കാര്യം ചെയ്യും, ഇപ്പുറത്തൊരു കശുവണ്ടി പരിപ്പ് കൂടി മേടിച്ച് ഒട്ടിച്ചു നോക്ക്. അതൊക്കെ ഭയങ്കര ബോറായിരിക്കും. അതെടുത്ത് മാറ്റടാ, ഉണക്കമുന്തിരി കളയാൻ. ഹലോ, ഞാൻ കോലത്തെ പാപ്പാൻ ഗോവിന്ദൻ. വന്നു എന്നറിഞ്ഞു, ഒന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. അടിച്ചു വാരുകയായിരിക്കും.
അല്ലാതെ ചൂലും കൊണ്ട് ആരെങ്കിലും തിരുവാതിര കളിക്കാൻ വരുമോ? കുട്ടിയുടെ ഭരതം എനിക്ക് ലക്ഷ്യം പിടിച്ചിരിക്കണു. എന്താ കുട്ടിയുടെ പേര്? കുട്ടി ആയിട്ടില്ല. ആയിട്ട് പേരിട്ടിട്ട് വിവരം പറയാട്ടോ. ഓ ഭരതം ഭരതം പിന്നെ ഭരതം. വാചകടിക്കാനല്ല മുറ്റടിക്കാൻ അങ്ങോട്ട് പറഞ്ഞയച്ച. ഞാൻ പിന്നെയും വന്നു. അല്ല ആന ഡ്രൈവറെ, അയാൾക്കൊരു 5 പൈസ കുറവുണ്ടോ? 5 പൈസ കുറവാ, 50 രൂപ കൂടുതലാ. പിന്നെ അയാളായിട്ട് അധികം എടുക്കാനൊന്നും നിൽക്കണ്ട, ആള് ക്ലിയർ അല്ല. അല്ല ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഈ സൈക്കിളിൽ റോന്ത് ചുറ്റലല്ലാണ്ട്. ഇപ്പൊ സുഖചികിത്സ അല്ലേ? ആർക്ക്? എനിക്കും ആനക്കും. കുട്ടിശങ്കര സുഗന്ധനല്ലേ? ഞാനൊരു നൂഷൊക്കെ വിട്ടിട്ടേ മാറി 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 ടിക്കറ്റ്. തമിഴ്നാട് പോലീസിന്റെ ഇൻഫോർമേഷൻ കിട്ടിയിട്ട് വന്നതാ. വധശ്രമത്തിന്റെ പേരിൽ ഒരു അറസ്റ്റ് വാറണ്ട് ഉണ്ട്. നിനക്കല്ല, നിന്റെ അണ്ണനില്ലേ പൊള്ളാച്ചിൽ അപ്പു, അവനി. അവനിവിടെ വന്നാൽ നീ ഉടനെ എന്നെ വിവരം അറിയിക്കണം. അവനെന്റെ കൈ കിട്ടിയാ നീ പറയുന്നത് പോലെയൊക്കെ ഞാൻ ഇടി കൊടുത്തോളാ. നീ എന്തെങ്കിലും നക്കാപ്പിച്ച് എനിക്ക് തന്നാ മതി. മൂത്രം കുടിപ്പിക്കുന്നതിന് കാശ് കൂടുതലാട്ടോ. തിരിച്ചു കുടിപ്പിച്ച നമ്മളും കുടിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച ഒരു നാറിനെ കുടിപ്പിച്ചേ. അവന് പൈന്റ് പൊട്ടിക്കന്നാ. ഉലക്ക ഉലക്ക. വൈഫ് എന്നെ സ്ഥിരമായി മുതുകിലെടുക്കുന്ന ഇൻസ്ട്രുമെന്റ്. അതുകൊണ്ട് ഉരുട്ടണോ? പിന്നെ എന്തൊക്കെ വേണം? കുനിച്ചു നിർത്തി മുട്ടുകൈ കൊണ്ട് മുതുകിലിരിക്കണോ? ഇതൊക്കെ ഞാൻ ചെയ്തില്ലെങ്കിലും അവനെങ്കിലും എന്നെ ചെയ്തിരിക്കും. ഞാൻ വാക്കിരുന്നു. എന്താണ് പുളുന്താനാശാന ഒരു മൗനവ്രതം? താൻ ചത്തോ? മോന്റെ കൂടെ തന്തനെയും പൊക്കണോ ഞാൻ? മിണ്ടാതിരുന്നാലും എന്തിനാ ശ്യാമള വെറുതെ മെക്കിട്ട് കയറുന്നത്? യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അറിയാതെ പലത് തികട്ടി വരും. സോറി ആശാനെ, റിയലി സോറി. ശ്യാമള സാറേ, ശ്യാമള സാർ ഇവിടെ ഉള്ളത് നന്നായി. ഈ അച്ചു ഞങ്ങളോട് പറഞ്ഞ അവധിയെല്ലാം കഴിഞ്ഞിരിക്കുക. ഇന്ന് കാവിലെ കൊടിയേറ്റ് കഴിഞ്ഞു. അച്ചൂട്ടം വീണ്ടും വാക്കേറ്റിച്ച പിന്നെ കാര്യങ്ങൾ എങ്ങനെ നടക്കുക? അച്ചു ഒരു വാക്ക് പറഞ്ഞാൽ തെറ്റിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം ഊമയായി ഇവനെങ്ങനെ വാക്ക് പറയും. അതുകൊണ്ട് ലാപ്പ് പാന്റ് വേണ്ട. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവൻ നേരും നിറവുള്ളവനാ. അല്ലടാ, കണ്ടോ? എന്റെ ഊഹാപോഹം ശരിയാണെങ്കിൽ ഇവൻ ഈ പെട്ടിയുമായിട്ട് ഇറങ്ങിയത് നിങ്ങളുടെ കാശ് തരാൻ മാത്രമാണ്. അല്ലടാ? സംശയമുള്ളവർക്ക് തുറന്നു നോക്കാം. അഥവാ മുണ്ടും ചട്ടിയുമാണെങ്കിൽ എന്നെ തെറി പറയരുത്. തുറന്നു നോക്കാം, തുറന്നു നോക്കാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ തുറക്കാം. എന്നെ തെറികേൽപ്പിക്കില്ലേ ഈശ്വര. കാശി, കാശി. ഞാൻ പറഞ്ഞില്ലേ കാശായിരിക്കും. അച്ചു ഇത് കൂടുതലുണ്ടല്ലോ. ഞങ്ങളുടെ സ്വർണത്തിന്റെ കാശായിരിക്കും അല്ലേ? ഏതായാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ തലവെസയുടെ മധ്യസ്ഥയിൽ തന്നെ പരിഹരിക്കാം. അമ്പലത്തിന്റെ കാശ് 2,50,000. ഓക്കെ, വരൂ. സാറേ, ഞങ്ങളുടെ കാശ് എല്ലാവർക്കും തരാം. എന്റെ കാശല്ലല്ലോ. എന്നെ വെക്കോളൂ, കുറവാൻ തരില്ല. എന്നിട്ട് 10,000 രൂപ ബാക്കി. എന്ത് മധ്യസ്ഥ വഹിച്ച വകയിൽ അത് എന്നോട് എടുത്തോളാനോ? നമ്മൾ തമ്മിൽ വേണോ വെച്ചു? നീ എന്നെ കൊച്ചാക്കി കളഞ്ഞു. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. അടുത്ത ഉത്സവത്തിന് പിരിവിട്ട് വെക്കാം. വെച്ചോളൂ. നന്നായടാ, നിന്നെ കൊണ്ട് ഇങ്ങനെയെങ്കിലും അച്ഛനൊരു ഉപകാരം ഉണ്ടായല്ലോ. നീ എന്തിനാടാ ഈ കതിനാ വെടി കെട്ടിച്ചിരിക്കണം? ഞാൻ എന്റെ അച്ഛനെ കുറിച്ച് ഓർത്ത് ചിരിച്ചതാ. അച്ഛനൊരു വെടിക്കെട്ട് അപകടത്തിലാ മരിച്ചത്. എന്താ ചെയ്യാ, അച്ഛൻ്റെ ഒരു കാര്യം. സാറേ, സാറാണാ സാറേ ഗുണശേഖരൻ സാറ്? അയ്യോ, ഗുണശേഖരനല്ല, ഗുണശേഖരൻ. കുമാര സംഭവത്തിന്റെ ഗു. ഓ, കുമാരന്റെ മുമ്പിലുള്ള ഗു. കുമാരന്റെ പിന്നീടല്ലേ ഗു? ഓ, നമ്മൾ തമ്മിൽ എന്തിനാ തർക്കം? നമുക്ക് സാറിനോട് നേരിട്ട് ചോദിക്കാമല്ല. സാറിന്റെ മുമ്പിലാണോ ഗു, പിമ്പിലാണോ ഗു? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ശരിയാ, നമ്മളിവിടെ ഗു അന്വേഷിച്ച് വന്നല്ലോ. സാറേ, സാറിനൊരു ഗുണമുള്ള കാര്യം ചെയ്യാൻ വന്നതാ. ചില്ലറ വല്ലതും തടയുന്ന ഏർപ്പാടാണോ? ചില്ലറേക്കണ്ട സാറേ, കാര്യമായിട്ട് തന്നെ വന്നേക്കാം. കേട്ടുണ്ടോ? എന്താ കാര്യം? അതിപ്പോ ഈ
ഇവരാരും അറിയണ്ട. അറിഞ്ഞാ അവർക്കും കൂടെ കൊടുക്കേണ്ടി വരും. സാർ വാ. പന്നി മലർത്തുകയായിരിക്കും. അതെ. ഏതായാലും കളി മുടക്കണ്ട. 150 അകത്ത്. ഇതെന്താ ഇത്? ഗ്ലാസ് മാറ്റി വെച്ചതാ. ഞാൻ സാറിനെ കുറെ ദിവസമായിട്ട് അന്വേഷിച്ച് നടക്കാണ്. ഇപ്പോഴാണ് ഒത്തു കിട്ടിയത്. വാ. ഗുണശേഖരന് കിട്ടേണ്ടതാ. ഗുണശേഖരന് കിട്ടുന്നുണ്ടല്ലോ. എന്തോ ആരും വിളിച്ചില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ. അല്ല, നമ്മുടെ അവശകാമുകനോട് പോയി. ഈ സന്തോഷ വാർത്ത അവനൊന്ന് അറിയിക്കണമല്ല. അവനെ ആടിനെ തിരിക്കാൻ പോയിരിക്കുക. ആ സംഭവത്തിന് ശേഷം സത്യേട്ടൻ രമണനായി മാറിയിരിക്കുക. കയ്യിൽ ഫ്രൂട്ടിലെന്ന് മാത്രമേ ഉള്ളൂ. രാവിലെ ആടിനെ തീറ്റിക്കാൻ പോയാൽ വൈകുന്നേരം ആകുമ്പോൾ ആടി തീറ്റി വരും. അല്ല, ആ ശിവേട്ടൻ പണ്ടാറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഈ മനുഷ്യന്മാരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ ആടിനെ തീറ്റിച്ചിരുന്നത് ആരാണ്? അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു. ഡോക്ടറെ കാത്തിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്. മനഃശാസ്ത്രജ്ഞന്റെ മാനസിക നില തകരാറിലാണ്. എപ്പോ വരുമെന്നറിയില്ല. ഇരുന്ന് മുഷിഞ്ഞവർക്ക് പോകാം, അല്ലാത്തവർക്ക് ഇരിപ്പ് തുടരാം. എപ്പോ വരുമെന്ന് അറിയില്ല എന്ന് വെച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യമാണത്. ഇരുന്ന് മുഷിഞ്ഞവർക്ക് പോകാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആരാടാ എന്നെ ഇടം കാലിട്ടത്? എന്നെ വീഴ്ത്തിയവന് ഡോക്ടറുടെ മരുന്നും കൊണ്ടല്ല, എന്റെ ഈ കൈ കൊണ്ടായി ചികിത്സ വേണ്ടത്. മോന്ത പറത്തി ചപ്പാത്തി ഉണ്ടാക്കും ഞാൻ. ഡോക്ടർ അകത്തുണ്ടല്ലേ? ഡോക്ടർ എത്തിയിട്ടില്ല സാർ. അകത്തോട്ടിരിക്കാം. സാറ് വന്നിട്ടുണ്ടെന്ന് ഞാൻ ഫോൺ വിളിച്ച് പറയാം. ഓക്കെ. എന്ത് പറ്റി? തറയൊന്ന് സ്ലിപ്പായതാ സാറേ. 2 തറയോട് മാറ്റാനുണ്ട്. ഞാനിപ്പോ തന്നെ ഡോക്ടറെ വിളിക്കാം. എനി സീരിയസ് പ്രോബ്ലം? വിനോദ് ക്ലിനിക്കിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഐ വാസ് ലിറ്റിൽ വറീഡ്, യു നോ. അതുകൊണ്ട് എന്റെ സിസ്റ്ററിനോട് ഞാനിത് പറഞ്ഞില്ല. എ സൈക്കാട്രിസ്റ്റ് ഷുഡ് കീപ് ഓൾ ദീസ് തിങ്സ് സീക്രട്ട്. അവളെ കെട്ടാൻ പോകുന്നവന് മെന്റൽ പ്രോബ്ലം ഉണ്ടെന്ന് അറിഞ്ഞാൽ ഡോക്ടർ എന്തൊക്കെയാ പറയുന്നത്? എല്ലാം എനിക്കറിയാം വിനോദ്. ചിലപ്പോൾ ചെറിയ കാരണങ്ങൾ മതി നമുക്ക് പിരിമുറുക്കുണ്ടാവാൻ. ഉദാഹരണത്തിന്, നമ്മൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയിൽ നിന്ന് ഫോണിലൂടെ നമ്മൾ ഒരു ഉമ്മ കിട്ടണമെന്ന് ആഗ്രഹിച്ചു, കിട്ടിയില്ല. അത് മതി പിരിമുറുക്കത്തിന്. ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാ. ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വൈഫിനോട് ഞാൻ ഉമ്മ ചോദിച്ചു, തന്നില്ല. അങ്ങനെ വല്ലാതെ പിരിമുറുകിയാണ് ഞാൻ ക്ലിനിക്കിൽ എത്തിയത്. ഇപ്പൊ പെരി ലൂസായ. എന്നാൽ ഇനി എന്നും തന്റെ പെരി ലൂസായിരിക്കും. അമ്മയുടെ കാര്യത്തിൽ ഇനി ഭയം വേണ്ട. ഞാൻ ഏറ്റു. എന്റെ അടുത്ത് എത്തിപ്പെട്ടത് ഭാഗ്യമാണെന്ന് കൂട്ടിക്കോളൂ. കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ടാലന്റ് ഓഫ് ദി ഇയർ ആയി എന്നെ തെരഞ്ഞെടുത്തത് അറിഞ്ഞിരിക്കുമല്ലോ. ജോർജ് ബുഷ് ഓടി വന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യായിരുന്നു. ഇതാ കണ്ടില്ലേ? ഹലോ, ഡോക്ടർ ശാന്താറാം എന്റെ ക്ലിനിക് ഉണ്ടല്ലോ. ഡോക്ടർ പതിപോലെ ബുഷിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുക. ആരാ? ഉടനെ വരൂ. ഉടനെ പറഞ്ഞ സോറി. എന്റെ പേര് എലി. അല്ല, അലി. ബാപ്പാന്റെ പേര് പൂക്കുച്ചിക്കോയ. ഓ, മരിച്ചുപോയി. ഓക്കെ. കരണ്ട് ഭാർഗവനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കരണ്ട് ഭാർഗവനോ? അതാര്? കരണ്ട് ഭാർഗവനെ പറ്റി കേട്ടിട്ടില്ല? അതോ ലോക ഗുണ്ട കുട്ടിക്കാനം കുരിയച്ചെന്ന വൻ തോക്കിനെ 110 kV ഇലക്ട്രിക് കമ്പി വലിച്ചെറിഞ്ഞ് ചുട്ടരിച്ച് കൊന്നവൻ. അങ്ങനെയല്ലേ കരണ്ട് ഭാർഗവൻ എന്നുള്ള പേര് വീണത്. അയാളിപ്പോ വിളിച്ചത് ഉടനെ ഇങ്ങോട്ട് വരുന്നു. സത്യം പറ ഡോക്ടർ, ഡോക്ടറോട് അയാൾക്ക് വല്ല ശത്രുത ഉണ്ടോ? എനിക്ക് അയാളെ അറിയില്ലെന്ന് പറഞ്ഞില്ലടോ. എങ്കിൽ പിന്നെ ഡോക്ടറുടെ മറ്റേതെങ്കിലും ശത്രുക്കൾ ഡോക്ടറെ കൊല്ല കരണ്ട് ഭാർഗവനെ ഏൽപ്പിച്ചു കാണും. എനിക്ക് ഏത് ശത്രുക്കൾ? എല്ലാ മനഃശാസ്ത്രജ്ഞന്മാരും തമ്മി ശത്രുക്കളല്ലേ? എങ്കിലവൻ വരട്ടെ. അവൻ കരണ്ടാണെങ്കിൽ ആ കരണ്ടിനെ ഫ്യൂസ് ചെയ്യാൻ വരും. എന്റെ മുമ്പിൽ വന്നാൽ അവന്റെ കൈകാലുകൾ ചലിക്കുകയില്ല. ഹിപ്നോട്ടൈസ് ചെയ്ത് ഫ്രീസ് ചെയ്ത് കളയും ഞാൻ. അപ്പൊ കുട്ടിക്ക് എത്ര മക്കളാണെന്നാ പറഞ്ഞത്? ഓ സോറി, മക്കളല്ല, അമ്മ. കുട്ടിക്ക് ഒരമ്മയാണല്ലേ ഉള്ളത്? അച്ഛനും ഒന്നല്ലേ ഉള്ളൂ. അയാൾ എന്തിനാ നാട് വിട്ടു പോയത്? അലി എവിടെ പോകുന്നു? ഞാൻ പുറത്ത് നിൽക്കാം. വേണ്ട, അകത്ത് നിന്നോളൂ. പുതിയ രോഗികൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ നോക്കാനാ.
നോക്കിയില്ലെങ്കിലും അവര് വന്നോളും. ഇപ്പൊ ഇവിടെയുള്ള രോഗിയുടെ കാര്യം ശ്രദ്ധിക്കൂ. അത് ഡോക്ടർ നോക്കുന്നുണ്ടല്ലോ. ഞാൻ വരുന്നത് വരെ താൻ നോക്കണം. അതിന് ഡോക്ടർ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഇന്നലെ തുടങ്ങിയതാ എന്റെ സ്പൈനൽ കോഡിനൊരു വേദന. അത് ഹിപ്നോട്ടിസ് ശരിയാക്കൂടെ? അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യാം. സ്പൈനൽ കോഡിനോട് മാത്രം കളി പറ്റില്ല. ഉടനെ സർജനെ കാണണം. ഇരിക്കും കേട്ടോ, പേടിക്കാനൊന്നുമില്ല. അല്ല, കൂട്ടത്തിൽ എന്റെ സ്പൈനൽ കോഡും കൂടി ഒന്ന് കാണിക്കാമായിരുന്നു. തനിക്ക് വേദനയുണ്ടോ? ഇല്ല, ഇനി ഉണ്ടായാലോ? ആദ്യം എന്റെ സ്പൈനൽ കോഡ് കഴിയട്ടെ. തൽക്കാലം താൻ ഇവിടെ നിന്നാ മതി കേട്ടോ. പ്രിയപ്പെട്ട കാണികളെ, നിങ്ങളെവരെയും അതിശയത്തിന്റെയും ഭയത്തിന്റെയും മുൾമുനയിൽ നിർത്തുന്ന ജിമ്മിച്ചന്റെ നമ്പർ 1 ഐറ്റം കത്തിയേറ്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഈ പ്രകടനത്തിൽ പങ്കെടുക്കുന്ന ധീരനായ ആളുടെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ കണ്ണുകെട്ടി കടാരയെറിയുന്ന ജിമ്മിച്ചന്റെ അത്ഭുത മാന്ത്രിക പ്രകടനം നിങ്ങളിൽ ആർക്കും കടന്നു വരാം. കടന്നു വരൂ, കടന്നു വരൂ. ഈ കത്തിയേറിനെ ഫേസ് ചെയ്യാൻ നിങ്ങളിൽ ധൈര്യമുള്ളവരാരുമില്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ ആണായി പിറന്നവർ ആരുമില്ലേ മക്കളെ? ഈ ചന്തുവിന്റെ കടാരയെ ഫേസ് ചെയ്യാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, ആണായി പിറന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വരൂ. ഇവിടെ കടന്നു വരാൻ ധീരന്മാർ ആരുമില്ലേ? ഇതാ കടന്നു വരുന്നു ഞങ്ങളുടെ എളിയ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ധീരനായ പോലീസ് സബ് ഇൻസ്പെക്ടർ മാധവൻ ചന്ദ്ര പിന്നി. അദ്ദേഹത്തെ ഞങ്ങൾ സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. എന്തിനാ എനിക്ക് ഇത്ര പേടി? ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ്. പക്ഷെ ആളുകളുടെ വിചാരം സാർ എന്റെ കഠാരകൾക്ക് മുന്നിൽ വിരിമാറ് കാണിക്കാൻ വന്ന ധീരനാണെന്നാണ്. എന്ത് ധീരൻ? എവിടുത്തെ ധീരൻ? ഇനി സാർ ധൈര്യം കാണിച്ചില്ലെങ്കിൽ ആളുകൾ വിചാരിക്കും സാർ ഒരു കൊച്ചാനാണ്. അടങ്ങ് സാറേ, ഇപ്പം പരിപാടി കഴിയും. എക്സ്പീരിയൻസ് സാർ അനങ്ങാതെ നിന്നാ മതി. കത്തി നെഞ്ചി തറക്കില്ല കേട്ടോ. നിങ്ങളൊക്കെ കാണിച്ചു തരണം. പ്രിയപ്പെട്ടവരെ, പരിപാടി ആരംഭിക്കുകയാണ്. കാണികൾ ഒന്നടങ്ങൊന്ന് കൈയടിക്കോ. ഈ ധീരനായ സബ് ഇൻസ്പെക്ടറെ ഒന്ന് കൈയടിച്ച് അഭിനന്ദിക്കോ. ഇവരെന്തിനാ കണ്ണുകിട്ടുന്നത്? ഇത് കണ്ണുകെട്ടിയുള്ള കത്തിയറല്ലേ സാർ? പേടിക്കണ്ട, ഇൻഷുറൻസ് കവറേജ് ഉള്ള ഐറ്റം അല്ലേ ഇത്? മുമ്പൊരിക്കൽ കത്തിയറുകൊണ്ട് ചത്ത ആൾക്ക് 5 ലക്ഷം രൂപ കിട്ടിയത്. ചത്തിട്ട് 5 ലക്ഷം കോടി കിട്ടിയിട്ട് എന്താ കാര്യം? കത്തിയേറ് അത് ഏറ്റുവാങ്ങാനായി ഇതാ നെഞ്ചും വിരിച്ചുകൊണ്ട് ധീരനായ നമ്മുടെ പ്രിയപ്പെട്ട SI. എല്ലാ കാണികളും ആവേശത്തോടെ കൈയടിച്ചു കൊടുക്കോ. എന്റെ കഴുത്തിലോട്ട് ഭഗവതി എന്റെ കഷ്ടക്കാവ് മുത്തപ്പ കാട്ടു. മണികണ്ഠ സ്വാമി കാത്തു. ഇതാ കത്തിയേറ് അവസാനിച്ചിരിക്കാണ്. എല്ലാരും ഒന്ന് കൈയടിക്കോ. ഇവൻ അറസ്റ്റ് ചെയ്ത് ഡിപ്പാർട്ട്മെന്റിൽ കത്തി കയറാൻ വെച്ച് വന്നതാ. എന്റെ ഡിപ്പാർട്ട്മെന്റിൽ കത്തി കയറാനത് ഭാഗ്യം. ഇനിയും പുതുമയാർന്ന അഭ്യാസ പ്രകടനങ്ങളുമായി നിങ്ങളെ പ്രകമ്പരം കൊള്ളിക്കാൻ ജിമ്മിച്ചിലെത്തുന്നതാണ്. നീ എന്തിനാ എന്നെ വിളിച്ചത്? അതെ, ഇവിടുത്തെ ആ കാര്യസ്ഥൻ യഥാർത്ഥത്തിൽ ആരാണെന്നറിയോ? അപ്പുറത്തെ വാരി സാറിന്റെ കൊച്ചുമോനാണെന്ന്. എടി, ആ രഹസ്യമല്ലേ എന്റെ പിടിവള്ളി. പിന്നെ ഏട്ടനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? അയാൾക്ക് എന്നോട് പ്രേമമാണെന്ന്. ഞാൻ കേട്ട് സത്യമാണോടി? എന്റെ ശാപമുക്ക് ഭഗവതി, ഞാൻ രക്ഷപ്പെട്ടു. അയാളുടെ വിചാരേ ഞാൻ ഇവിടുത്തെ കൊച്ചു തമ്പുരാട്ടിയാണെന്നാ. അത് പിന്നെ തമ്പുരാന്റെ ലുക്ക് നമ്മുടെ കുടുംബത്തിന്റെ ശാപോ? എന്നെ കുറിച്ച് ആൾക്കാർ അങ്ങനെ പറഞ്ഞു വരുത്തുന്നുണ്ട്. പിന്നെ എന്റെ കല്യാണാണ് ഇവിടെ നടക്കാൻ പോണെന്ന് അയാളുടെ വിചാരം. അതിനു മുമ്പ് ഒളിച്ചോടി കല്യാണം കഴിക്കാൻ അയാളിനെ പ്രേരിപ്പിക്കുന്ന ഏട്ടാ. മാക്സിമം പ്രോത്സാഹിപ്പിക്കും. പിന്നെ നീ ഇവിടുത്തെ വേലക്കാരിയാണെന്നും സർവോപരി എന്റെ പെങ്ങളാണെന്നുള്ള രഹസ്യം കല്യാണം കഴിയുന്നവരെങ്കിലും അവൻ അറിയരുത്. മണവാളൻ താനെന്തെവിടെ? 2 കുടുംബങ്ങൾ ഒരുമിച്ച് സ്ഥിതിക്ക് ഞാനിപ്പോ എവിടെയുണ്ടാവും. എന്താ മോത്തൊരു ടെൻഷൻ? എന്തോ മണക്കുന്നുണ്ടല്ലോ. എവിടെ? എന്ത് മണം? ഒരു ഒളിച്ചോട്ടം. ആര് പറഞ്ഞു? ഇഷ്ടപ്പെടുന്ന മിഥുനങ്ങൾ ഒരുമിക്കുന്നതിൽ ഞാൻ ഒരിക്കലും എതിരല്ല. എന്റെ എല്ലാ സപ്പോർട്ടും അനുഗ്രഹാശിസുകളും എപ്പോഴും ഉണ്ടാവും. ഞാനൊന്ന് വിളിച്ചോട്ടെ? ആരെ? എന്തിന്? ഈ മോത്ത് നോക്കി. എന്ത്?
ഇഷ്ടായി പെരുത്ത് ഇഷ്ടായി